നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതുപോലെ നമ്മൾ വീണ്ടും വാരാവസാനം ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം തുടർമാനമായി നാം ധ്യാനിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ ആഴ്ചകൾ അല്ലെങ്കിൽ 1-2 മാസമായിട്ട് വളരെ സീരിയസായ ഗഹനമായ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിലിരുന്നാണ് നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ ഇന്ന് ദീർഘമായ ഒരു യാത്ര ചെയ്ത് ഞാൻ കേരളത്തിൽ കണ്ണൂരിൻ്റെ കിഴക്കൻ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് എത്തിയത്. ഇന്നും അതുപോലെ അടുത്ത ദിവസമൊക്കെ ഈ കണ്ണൂരിലുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് മൈസൂർക്ക് പോകും, അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് കടന്നു പോകും. ഒത്തിരി കാലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. സാധാരണ നമ്മളങ്ങനെ മലബാറിലധികം യാത്ര ചെയ്യാറില്ല. ശുശ്രൂഷകൾ മലബാറിൽ കുറവാണ്. മലബാറിൽ നിന്ന് നമുക്ക് കേൾവിക്കാരും കുറവാണ്. നമ്മൾ പറയുന്ന വിഷയങ്ങളൊന്നും മലബാറുകാർക്ക് അത്രയങ്ങ് ഡൈജസ്റ്റ് ആകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ ചില പ്രിയപ്പെട്ടവരൊക്കെ കേൾക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അത് വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അങ്ങനെ അധികം പേരൊന്നും ശ്രദ്ധിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല. നമ്മൾ മെസ്സേജൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. അവിടെയൊക്കെ കേൾക്കുന്നത് ആരാരെല്ലാമാണെന്ന് സൂക്ഷ്മം നമുക്കറിയില്ല. എനിവേ, സത്യവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെയെല്ലാം സ്വർഗത്തിലെ ദൈവം വചനത്തിങ്കിലേക്ക് അടുപ്പിക്കട്ടെ, കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അവരെല്ലാം നല്ല ബോധ്യങ്ങളിൽ മുൻപോട്ട് പോകാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു പോയ കാര്യങ്ങൾ ഒരു 3-4 ആഴ്ച പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുൻപിൽ വേല ചെയ്യുന്ന സഹോദരിമാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ആ മെസ്സേജൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തു. കുറേയധികം ആളുകൾ അത് കാണുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഒരു 2-3 ദിവസം മുൻപ് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ വായിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഈ മെസ്സേജുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത്രയങ്ങ് മനസ്സിലായിട്ടുണ്ടോ എന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. പുതുതായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് അത്ര കണ്ട് മനസ്സിലാകുവാനായിട്ട് എളുപ്പമല്ല. ഞാൻ തന്നെ 10-14 വർഷങ്ങൾ കൊണ്ട് കണ്ടതും കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അതിൽ പല കാര്യങ്ങളും പ്രകാശിച്ച് നിൽപ്പുണ്ട്. ചില ബോധ്യങ്ങൾ എനിക്കുണ്ട്. അതേ രീതിയിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരും അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നവർക്കും അതേ സീരിയസ്നെസ്സിൽ എടുക്കാൻ കഴിയണമെന്നില്ല. അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാകണമെന്നില്ല. പ്രസംഗി ഉദ്ദേശിച്ചത് എന്താണെന്നും മനസ്സിലാകണമെന്നൊന്നുമില്ല. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ചില പ്രിയ സഹോദരങ്ങൾ എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തത്. അതായത് അവരുമായി വളരെ അടുപ്പമുള്ള കൂട്ടു സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ ഈ മെസ്സേജുകളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പല സഹോദരങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൽ ചില പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവരുടെ ഒരു വിയോജനക്കുറിപ്പ് അഥവാ അവരുടെ ഒബ്ജക്ഷൻ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൃത്യതയില്ലായ്മ, അതിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അങ്ങനെ ആളുകൾ പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ അത് അവരുടെ വിയോജനക്കുറിപ്പ് പ്രസംഗിയായി എനിക്ക് അയച്ചു തന്നു. പ്രസംഗിയായി ഞാൻ അറിയണമല്ലോ എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് വിലയിരുത്തലുകൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളൊരു 3-4 സഹോദരിമാർ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. 3-4 എത്രയോ സഹോദരിമാർ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ അന്നേരം മനസ്സുകൊണ്ട് ചിന്തിച്ചു, അവരാ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചില റെഫറൻസുകളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സഹോദരിമാർ എങ്ങനെയായിരിക്കും അവർക്ക് മറുപടി കൊടുത്തതെന്ന് എനിക്കൊരു ആകാംക്ഷയുണ്ടായി. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ ആ സഹോദരിക്ക് ഫലപ്രദമായ നിലയിൽ അവരുടെ ന്യായമായ സംശയത്തിന് മറുപടി കൊടുത്തോ എന്ന് ഞാൻ ചോദിച്ചു. അതായത് ഓർത്തഡോക്സിലെ ഒരു പുരോഹിതൻ പല സംശയങ്ങളും എന്നോട് ചോദിച്ചിരുന്നു. നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസ വഴികൾ,
നമ്മളുടെ ഏറ്റുപറച്ചിലുകൾ, അതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തന്നിരുന്നു, 10-12 ചോദ്യങ്ങളുള്ള. അതിന് ഞാൻ 1 by 1 ആയിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു സീനിയർ കോറെപ്പിസ്കോപ്പയാണ്, എക്സ്പീരിയൻസ്ഡ് മാനാണ്, എന്നെക്കാൾ മുതിർന്ന ആളാണ്. പക്ഷേ 10-16 എപ്പിസോഡുകൾ തന്നെ കഴിഞ്ഞു പോയി. 1.5 മണിക്കൂർ വെച്ചിട്ട് പല വാക്യങ്ങളുടെയും അർത്ഥങ്ങളും ആഴങ്ങളും നമ്മൾ ആ ഒരു സമൂഹത്തോട് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോൾ ആ ഒരു സമൂഹത്തോട് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കുകയാണ്. അതുപോലെ നമ്മുടെ സഹോദരിമാർ എന്ത് പറഞ്ഞു എന്നറിയാൻ എനിക്കൊരാകാംക്ഷയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ അധികമായി ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ 1-2 പേര് തങ്ങൾ എന്താണ് പറഞ്ഞത്, തങ്ങൾ പ്രസൻറ്റ് ചെയ്തത് എന്താണെന്ന് എനിക്ക് അയച്ചു. എന്നാൽ അത് മുഴുവനും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റ് ചിലരോട് ഞാൻ ഇന്നും ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയോ ഫിലോസഫി എന്നോട് പറഞ്ഞത്, എന്തൊക്കെയോ ഫിലോസഫി ആയതുകൊണ്ട് എനിക്ക് അത്ര മനസ്സിലായില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്നോടൊന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ ഫിലോസഫി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും എന്നോട് പറഞ്ഞില്ല. ഉയർന്ന തോട്ട്സൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്നെയും കൂടെ അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഉയർന്ന ചിന്തകളൊക്കെ പിടിച്ച് പോക്കറ്റിൽ വെക്കുമെന്ന് ഓർത്തിട്ടാണോന്നും അറിയില്ല. എന്നെ അറിയിച്ചില്ല ഏതായാലും. അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. ആ സഹോദരിയുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്ന് പറയുമ്പോൾ ആ സഹോദരിയുടെ മാത്രം ഒരു ചോദ്യമൊന്നും അല്ല അത് മെജോറിറ്റി വിശ്വാസികളുടെ തലയിലിരിക്കുന്ന കാര്യങ്ങളാണ് ആ പ്രിയപ്പെട്ടവൾ ആ വാട്സപ്പ് പ്ലാറ്റ്ഫോമിൽ റേസ് ചെയ്തത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരാളുടെ ചോദ്യമല്ല അത്. ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളെ ധാരാളം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരു 90 to 95% പെന്തിക്കോസ് ഗ്രൂപ്പിലുള്ള ആളുകളുടെയും തലയിൽ വരുന്ന ചോദ്യങ്ങളാണത്. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞ് തുടങ്ങുമ്പോൾ അത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. അത് നിങ്ങൾ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയാനാണ് ഞാൻ ഇങ്ങനെ സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞ പോലെ കുനിഞ്ഞു നോക്കിയത്. അത് വേണ്ട വിധത്തിലധികം കാണാൻ പറ്റിയില്ല. ഇനി ആ സഹോദരിക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ആ ട്രെയിനിലിരുന്ന് ഞാൻ പെട്ടെന്ന് വന്നൊരു ചിന്ത കുറിച്ചു. ആ ചിന്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തു. അത് ഒരു വൈറലായിട്ട് തന്നെ അങ്ങ് പോയി. നിസാര സമയം കൊണ്ട് അത് ധാരാളം ആളുകൾ കാണാനിടയായി, ധാരാളം ആളുകൾ വായിക്കാനും കമൻസൊക്കെ രേഖപ്പെടുത്താനിടയായി. അപ്പോൾ അത് ഞാൻ ചില പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എന്താ തോന്നുന്നത്? ഈ എഴുത്തുകാരനായ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്താണ് ഇതിനകത്ത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. എഴുത്തുകാരനായ ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്ന മർമ്മപ്രധാനമായ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു അവരോട്. അപ്പോൾ അതെല്ലാവരും കാര്യമായിട്ട് അതിൻ്റെ ഒരു ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാൻ എഴുതി വെച്ച കാര്യം ഇങ്ങനെയാണ്. ഏകദേശം 100 വർഷക്കാലം പ്രസംഗിച്ച് നടന്നൊരു പ്രസംഗിയായിരുന്നു നോഹയുടെ പ്രസംഗത്തിൽ ന്യായവിധിയുണ്ട്. മഴ പെയ്യാൻ പോകുന്നു എന്നാണ് നോഹ പ്രസംഗിച്ച് നടന്നത്. അപ്പോൾ തന്നെ ജനത്തിന് കാണുവാൻ കഴിയുമാറ് ആ ന്യായവിധിയുടെ നടുവിലും ദൈവത്തിൻ്റെ കരുതലിൻ്റെ പെട്ടകം അത് ജനത്തിന് കാണാൻ പാകത്തിന് നോഹ പണിതുകൊണ്ടിരിക്കുകയാണ്. നോഹയുടെ പണിയിലേക്ക് നോക്കുമ്പോൾ, നോഹ എന്ന് പറഞ്ഞാൽ കൃപ ലഭിച്ച മനുഷ്യൻ, കൃപ ലഭിച്ച നോഹയുടെ പണിയിലേക്ക് നോക്കുമ്പോൾ ജനത്തിനൊരു സന്ദേശം ലഭിക്കുകയാണ്. നിശബ്ദമായൊരു സന്ദേശം. ന്യായവിധി കനത്തതായിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിലൊരു നീക്കുപോക്കുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി രക്ഷയുടെ ഒരു വാതിൽ തുറക്കും. ആ വാതിലിലൂടെ നിങ്ങൾക്ക് സുരക്ഷിതമായ ഇടത്തിലേക്ക് പ്രവേശിക്കാം. അതായിരുന്നു നോഹയുടെ സന്ദേശത്തിൻ്റെ മറുസൈഡ്. മഴയെക്കുറിച്ച് പറയുമ്പോൾ അത് ന്യായവിധിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ തന്നെയാണ് ആ ഒരു വാതിൽ താൻ വെളിപ്പെടുത്തുന്നത്. ആ വാതിലിലൂടെ സുരക്ഷിതമായ ഇടത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെയായിരുന്നല്ലോ നോഹയുടെ പ്രസംഗം. അപ്പോൾ ഏതാണ്ട് 100 വർഷക്കാലം നോഹ നിരന്തരമായി മഴ പെയ്യുമെന്ന് പ്രസംഗിച്ചു, അഥവാ ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പം ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്. ഏകദേശം 100 വർഷക്കാലം ആ തലമുറയിലെ ജനത്തെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ നോഹ എന്നാ എഴുതിയത് അല്ലേ? അങ്ങനെയല്ലേ? നിരന്തരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അങ്ങനെയല്ലേ? അപ്പോൾ അതേസമയം ഈ തലമുറയിൽ കൃപ ലഭിച്ച വേർപെട്ട ദൈവജനങ്ങൾ, വിശേഷിച്ച് പെന്തക്കോസ്തുകാരായ നമ്മുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞെന്ന് മാത്രം. പൊതുവെ ഈ ആൾക്കാർ പറയുന്നത് പെന്തോകൾ എന്നൊക്കെ ഒരു ഓമന പേരിട്ട് വിളിക്കും. ഞാൻ ആ എഴുതിയത് വായിച്ചവരാരെങ്കിലും ഉണ്ടോ? ഏകദേശം
വർഷക്കാലം മഴ പെയ്യുമെന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ വ്യക്തിയാണ് നോഹയെന്നും, അതുപോലെ ഈ കാലത്ത് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ തള്ളുമെന്ന് പറയുന്ന കൂട്ടരാണ് ബെന്തോകളെന്ന് അഖിലലോക അതിപുരാതന സുറിയാനി നസ്രാണികളും അവരുടെ കത്തന്മാരും ആരോപിക്കുന്നു. ചരിത്രം മത്തായി 24:39 ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ബുദ്ധി ഉപദേശം ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഉദാശകളിൽ ആശ്രയിച്ചിരിക്കുന്ന അതിപുരാതന സുറിയാനികളെ തീപ്പൊയ്ക വിഴുങ്ങിക്കളയുമെന്നുള്ള ദുഃഖസത്യം എല്ലാ ബഹുമാനത്തോടും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അതിൽ ബുദ്ധി ഉപദേശമൊക്കെ നിൽക്കട്ടെ. ബുദ്ധി ഉപദേശത്തിനൊക്കെ മുമ്പ് പറഞ്ഞ കാര്യം, നോഹയുടെ കാലത്ത് നോഹ മനുഷ്യനെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. കൃപ ലഭിച്ച നോഹ, ഈ തലമുറയിൽ കൃപ ലഭിച്ച നാം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തള്ളിയിടുന്നല്ല. അവിടെ 2-3 ഡോട്ട്സ് ഇട്ടിട്ടുണ്ട്. തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തള്ളിയിടുമെന്നും അങ്ങനെ സംഭവിക്കുമെന്നും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പം പറച്ചിൽ അത്ര കാര്യമായിട്ടില്ലെന്ന് തോന്നുന്നു, കുറഞ്ഞുപോയി, വളരെ കുറഞ്ഞുപോയ ഒരു കാലമാണ്. ഇപ്പം നമ്മൾ വേറെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത്. നോഹയുടെ കാലത്ത് നോഹ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മഴ പെയ്യുമെന്നും പെട്ടകത്തിൽ കയറണമെന്നൊക്കെയുള്ള കാര്യം. അതിൽ ആളുകൾ എന്തു പറയും? പ്രസംഗം മാറ്റേണ്ടി വരുമോ, അല്ലെങ്കിൽ കണ്ടന്റിന് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നോഹ അതൊന്നും മൈൻഡ് ചെയ്തില്ല. നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, തനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. താൻ പെട്ടകത്തിൻ്റെ പണിയിലും ഏർപ്പെട്ടിരുന്നു. തൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ജനത്തിന് കാണാൻ കഴിയും ഈ മനുഷ്യൻ ഭയത്തോടുകൂടെ, അല്ലേ? അതങ്ങനെയല്ലേ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്? അദ്ദേഹം ഭയം നിമിത്തം ചലിച്ചു തുടങ്ങിയതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മളത് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭയം നിമിത്തം ചലിച്ചു തുടങ്ങിയെന്ന്. വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യമുള്ള നോഹ. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ മനസ്സിൽ വെക്കണം. കാറ്റത്ത് പറന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ കമൻ്റ് എഴുതിക്കൊണ്ട് വരരുത്. നോഹയുടെ കാലം മുൻപിൽ കൊണ്ടുവരണം. നോഹയുടെ കാലം, ആ കാലത്ത് നോഹയ്ക്ക് കൃപ ലഭിച്ചു, നോഹയ്ക്ക് ചില ബോധ്യങ്ങൾ ലഭിച്ചു. ആ ബോധ്യങ്ങൾ എന്ന് പറയുന്നതാണ് മഴ പെയ്യാൻ പോകുന്നു, ന്യായവിധി വരാൻ പോകുന്നു, പെട്ടകത്തിൽ കയറാത്തവരെല്ലാം ആ ന്യായവിധിയിൽ അകപ്പെടും, എല്ലാവരും തീർന്നു പോകും. ആ സബ്ജക്റ്റ് തൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ താന് വഴിനീള നടന്ന് ദേശം മുഴുവൻ നടന്ന് മഴ പെയ്യാൻ പോകുന്നു, പ്രിയരേ പ്രിയരേ, എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമായ പ്രിയരേ, ഇവിടെ സജ്ജമാകുന്ന ഈ പെട്ടകത്തിലേക്ക് കയറി നിങ്ങൾ രക്ഷപ്പെടുവിനെന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോഹ പ്രസംഗിച്ച് നടന്നതിന് ഇവിടെ ആർക്കും വിരോധമില്ല. നമ്മുടെ നാട്ടിൽ ഞാൻ ഭയത്തിൻ്റെ മുൾമുനയെ നിർത്തി എന്നൊക്കെ എഴുതിയെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആർക്കും നോഹയെക്കുറിച്ച് വിരോധമില്ല. പക്ഷെ ഈ തലമുറയിൽ അതിനേക്കാളും ഭയാനകമായൊരു ന്യായവിധി വരുന്നു എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റിയൊഴിയാനുള്ള സാഹചര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വിശ്വസിച്ച് ദൈവരാജ്യ പ്രവേശനം ലഭിച്ചവർക്ക് ആർക്കും ന്യായവിധിയില്ല, പുത്രനുള്ളവർക്ക് ന്യായവിധിയില്ല, വചനമാകുന്ന വിത്ത് അകത്ത് വന്നവർക്ക് ഇനി മരണമില്ല എന്നെല്ലാം വിളിച്ചു പറയുന്ന ആൾക്കാരെ കുറിച്ച് ചില പുരോഹിതന്മാർ, സീനിയറായിട്ടുള്ള പുരോഹിതന്മാർ, അവരുടെ മേൽപ്പട്ടക്കാർ പലരും എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ കുറിച്ചത്. 2 പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് നോഹയുടെ പ്രസംഗവും പെന്തക്കോസ്റ്റുകാരുടെ പ്രസംഗവും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് എഴുതിയത്. അത് പലർക്കും ക്ലിക്കായില്ല. എന്തെല്ലാം വഴികളിലൂടെ, എന്തെല്ലാം റൂട്ടുകളിലൂടെയാണ് എല്ലാവരും എഴുതിയെന്നറിയാവോ? ആ എഴുത്തുകാരനായ ഞാൻ പ്രധാനമായി ഫോക്കസ് ചെയ്ത കാര്യം അതാണ്. വീണ്ടും ജനിക്കണമെന്നോ, പിന്നെ എന്തൊക്കെയാ, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ അങ്ങനെയായി പോവും, ഇങ്ങനെയായി പോവും, ഓർത്തഡോക്സുകാരെ യാക്കോബായക്കാരെ നിങ്ങളെല്ലാം രക്ഷിക്കപ്പെടണം, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടുകയോ പെടാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അവതരിപ്പിച്ചത്. നോഹയുടെ പ്രസംഗം, പെന്തിക്കോസുകാരുടെ പ്രസംഗം. ഒറ്റ ഒരാളത് മെൻഷൻ ചെയ്തില്ല. സാരമില്ല, ഇങ്ങനെയാണ് പല കാര്യവും നമുക്ക് ക്ലിക്കാകാതെ പോകുന്നത്. താഴെ എഴുതിയിരിക്കുന്ന ബുദ്ധി ഉപദേശത്തിലേക്കൊന്നും അധികം പോകണ്ട. ആ മുകളിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും അതിൻ്റെ ആഴവും നിങ്ങൾക്ക് പലർക്കും മനസ്സിലായില്ല. അവിടെ ഞാൻ ചില പരാമർശങ്ങൾ നടത്തി. അതിപുരാതന സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്കുപയോഗിച്ചു. നിങ്ങളും നിങ്ങളുടെ കത്തനാന്മാരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെന്നാണ് അർത്ഥം. ആ വാക്കുകളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നു. ഈ പറയപ്പെട്ട സമൂഹം പെന്തക്കോസ്റ്റുകാർ അല്ലെങ്കിൽ വേർപെട്ടവർ, ബ്രദറുകാരും പെന്തക്കോസ്റ്റുകാരും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തെ, ആ ഒരു സമൂഹം കളിയാക്കുന്നതും അവർ പറയുന്നതുമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്
ഇവര് അനാവശ്യമായി നരകം പ്രസംഗിക്കുന്നു, ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു, ജനത്തെ ഭയപ്പെടുത്തുന്നവരാണ്, ഇവർ ദൈവസ്നേഹമൊന്നും അല്ല പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവര് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. അവരുടെ മുമ്പിൽ വായടഞ്ഞു പോകുമാറ് ഒരു വിഷയം റൈസ് ചെയ്തതാണ്. നോഹയെ പ്രസന്റ് ചെയ്തു. നോഹേനെയും ചീത്ത വിളിച്ചു ഒത്തിരി പേര്. നോഹയെയും നോഹയുടെ ദൈവത്തെയും പള്ളു പറഞ്ഞ ഓർത്തഡോക്സുകാർ ഒത്തിരി പേര്. നോഹ ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി. പിന്നെയോ നോഹയുടെ ദൈവമായ യഹോവ ആളുകളെയെല്ലാം വെള്ളത്തിൽ മുക്കിക്കൊന്നു. അതാണ് ഓർത്തഡോക്സ് കുഞ്ഞാടുകൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആ സബ്ജക്റ്റിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരു നിസ്സാര സെന്റൻസുകൾ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്തു. അത് പലർക്കും ക്ലിക്കായില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെന്തക്കോസ്തുകാരെ ഒരു സൈഡിൽ നിർത്തി, ഓർത്തഡോക്സുകാരെ ഒരു സൈഡിൽ നിർത്തി. അതിന് മുൻപുള്ളൊരു ഇൻസിഡന്റ് മുമ്പിൽ കൊണ്ടുവന്നു. നോഹയുടെ കാലം, നോഹ എന്ന നീതിപ്രസംഗിയെ കൊണ്ടുവന്നു. അതങ്ങനെ വരികൾക്കിടയിൽ നിന്ന് അർത്ഥം പഠിക്കണം, വരികൾക്കിടയിൽ നിന്ന് അർത്ഥം പുറത്തു കൊണ്ടുവരണം. അതിന് നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ പോരാ, വേല കൊടുത്ത് മുൻപോട്ട് വരണം. അങ്ങനെ വരുമ്പോഴേ കാര്യങ്ങളെ മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ആ ഭാഗം വിടാം. ഇനി നേരെ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട കാര്യം നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചുകൊണ്ടാണ് മുൻപോട്ട് വന്നത്. അവിടെ നമ്മൾ കണ്ടത് സമാഗമന കൂടാരത്തിന് മുൻപിൽ വേല ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാര് തങ്ങളുടെ മുഖദർപ്പണം, അതായത് മുഖം നോക്കുന്ന കണ്ണാടി അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അങ്ങനെ ആ സമർപ്പിച്ച കണ്ണാടിയൊക്കെ ഉടച്ച കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ പ്രധാനപ്പെട്ട 2 കാര്യം സൂചിപ്പിച്ചു. 2 പ്രധാനപ്പെട്ട കാര്യം. ശരിക്കും അതൊരു വെളിപ്പാട് തന്നെയാണ്, സീരിയസ് ആയ വെളിപ്പാടാണ്. അത് നിങ്ങൾ എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല. അത് 2 ഇൻസിഡൻറ്റ് പറഞ്ഞത്, ഒന്ന് പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ഇസ്രായേലിയർ അവരുടെ കാതിലെ കുണുക്കുകളും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അഹ്റോൻ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ മോസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തു. മോശയുടെ സന്തത സഹചാരിയും മോശയുടെ കയ്യാളായിട്ട് നിൽക്കുന്ന തൻ്റെ സഹോദരനായ ഏൾഡർ ബ്രദറായ അഹ്റോൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അഹ്റോൻ അത് തീക്കകത്തിട്ടപ്പോൾ കാളക്കുട്ടി പുറത്തു വന്നു. അഹ്റോൻ എന്ന് പറയുന്നത് ക്രെഡൻഷ്യലുള്ള ആളാണ് കേട്ടോ. അഹ്റോൻ എന്ന് പറയുന്ന ആള് ക്രെഡൻഷ്യലുള്ള ആളാണ്, അല്ലാതെ ചുമ്മാ വഴിയെ പോയ ഒരാളൊന്നുമല്ല. അതേസമയം പിന്നീട് നമ്മൾ 31-ാം അധ്യായത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്, അവിടെ നമ്മൾ ബസലേലിനെ കണ്ടു. യഹൂദാ ഗോത്രത്തിൽ ഊരിയുടെ മകൻ ബസലേലിനെ അവിടെ കണ്ടു. ബസലേലുമായി ബന്ധപ്പെട്ട് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ജ്ഞാനാത്മാവിൽ നിറച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമായ ടാബർനാക്കിൾ അതിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഓവറോൾ മാനേജ് ചെയ്യുന്നത് മോശയാണ്. എന്നാൽ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വം വഹിക്കുന്നത് ബസലേലും ഒഹാലിയാബും ഒക്കെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ബസലേലിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പെട്ടതാണ് സ്വർണത്തിൻ്റെ പണി, വെള്ളിയുടെ പണി, താമ്രത്തിൻ്റെ പണി, അങ്ങനെ പലതും, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ താമ്രം അഥവാ ബ്രോൺസ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ താമ്രത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു. ഈ പറയപ്പെട്ട സഹോദരിമാർ അങ്ങനെ മുഖം നോക്കുന്ന കണ്ണാടി സമർപ്പിച്ചപ്പോൾ അതിൽ ബസലേൽ ഒരു കണ്ണാടി എടുത്ത് തൻ്റെ ഭാര്യയ്ക്ക് ഒരെണ്ണം മൂത്ത മോക്കും ഒരെണ്ണം ഇളയ മോക്കും കൊടുത്തെന്നും പിന്നെ 2 കണ്ണാടി മോശയ്ക്കും മോശയുടെ ഭാര്യയ്ക്കും ഒക്കെ കൊടുത്തെന്നൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ആ കൊണ്ടുവന്ന ആ മെറ്റീരിയൽ, അതൊരു മെറ്റീരിയൽ എന്നുള്ള നിലയിൽ പരിഗണിക്കുക, ബ്രോൺസിൻ്റെ മെറ്റീരിയൽ, ആ മെറ്റീരിയൽ അത് ഉടച്ചു, അത് തീക്കകത്തേക്ക് ഇട്ടു, അങ്ങനെ അത് മെൽറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? അതുകൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും നിർമ്മിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടെ നമ്മളൊരു വിശദീകരണത്തിലേക്ക് വന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലിരിക്കുന്ന, അതായത് വാതിൽ തുറന്ന് കയറി വരുമ്പോൾ കാണുന്നത് യാഗപീഠമാണ്. ആ യാഗപീഠം ക്രൂശിതനായ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട്, പിന്നീട് നമ്മൾ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട്, കാരണം അതിനകത്ത് മരത്തിൻ്റെ പണിയുണ്ട്. ക്രിസ്തു ജഡം ധരിച്ച കാര്യമാണ് വിശദീകരിക്കുന്നത്. അവിടെ നമ്മൾ നിൽക്കുന്നില്ല. അല്പം കൂടെ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോഴാണ് താമ്രത്തൊട്ടി അഥവാ ലേവർ ഇരിക്കുന്ന കാണുന്നത്. അതിനകത്ത് മരത്തിൻ്റെ പണി അശേഷമില്ല, അത് പൂർണ്ണമായും ബ്രോൺസ് ആണ്, അഥവാ വെങ്കലത്തിൻ്റെ പണിയാണ്. ഈ പറയപ്പെട്ട നിലയിൽ ഈ സഹോദരിമാരെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചത് നമ്മൾ പറഞ്ഞു, ഉടച്ചു, അത് മെൽറ്റ് ചെയ്യപ്പെട്ടു, അതിന് മോശ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കിയെന്ന്. ഈ 38-ാം അധ്യായത്തിൽ നമ്മൾ സമാഗമന കൂടാരത്തിന് മുൻപിൽ വേല ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാർ ഈ മുഖദർപ്പണം സമർപ്പിച്ചെന്നാണ് വായിക്കുന്നത്. അത് വായിച്ച നിങ്ങൾക്ക് ഒരു മനുഷ്യന് പോലും
വരണ്ടിയ ഒരു ഡൗട്ട് വന്നില്ല. ഒരൊറ്റ കുഞ്ഞ് എന്നോട് ചോദിച്ചില്ല, പാസ്റ്ററെ സമാഗമന കൂടാരത്തിൻ്റെ പണി അന്നേരം തുടങ്ങുന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഈ സഹോദരിമാർ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിലിരുന്ന് വേല ചെയ്യുന്നത് എന്നൊരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കുഞ്ഞു പോലും ആ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തില്ല. ഈ പറയുന്ന 38-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, പണി തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ താമ്രത്തൊട്ടി ഇല്ല, കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഈ 38 കഴിഞ്ഞ് 40 വരുമ്പോഴാണ് പണി പൂർത്തീകരിക്കപ്പെടുന്നതും സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ നമ്മൾ കാണുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ കാണുന്നത്. അപ്പം നിലവിൽ സമാഗമന കൂടാരം ഇല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി? ഇതിനു മുമ്പ് ഒരു വിഷയത്തിൽ ഞാൻ അതിന് വിശദീകരണം തന്നിട്ടുണ്ട്. പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ 32, 33 ചേർത്ത് വെച്ചായിരുന്നു അന്ന് വിശദീകരണം തന്നത്. 32-ാം അധ്യായത്തിൽ കാളക്കുട്ടി നിറഞ്ഞു നിൽക്കുന്നു. ഹോരേബിൻ്റെ താഴ്വാരം, കാളക്കുട്ടി, അഹ്റോൻ്റെ കാളക്കുട്ടി. അവിടെ ഉണ്ടായ ദൈവകോപം, ഭയങ്കര ദൈവകോപം വന്ന് നമുക്കറിയാമല്ലോ. 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ പാളയം മലിനമായിരിക്കുന്നു. മലിനമായ പാളയത്തിൽ നിന്ന് മോശ കൂടാരമെടുത്ത് ദൂരെ അടിച്ചു. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചോ, കേൾക്കാത്തവർക്ക് വേണ്ടി. 33-ന്റെ 7-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 7. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്നും ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. ഇവിടെ സമാഗമന കൂടാരത്തിന്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല. ഈ 32-ാം അധ്യായത്തിൽ കാളക്കുട്ടി ഉണ്ടാക്കുന്നു. അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് മോശ താഴേക്ക് ഇറങ്ങി വരുന്നതും പിന്നെ ഉണ്ടായ കാര്യപരിപാടി അറിയാം. വീണ്ടും മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു, പ്രമാണമെല്ലാം കയ്യേറ്റ് വീണ്ടും തിരിച്ചിറങ്ങി വരുന്നു. അങ്ങനെ ജനത്തോട് കാര്യങ്ങളെ പറയുകയാണ്. വീണ്ടും കാര്യങ്ങളെ പറയുന്നു, കൂടാരത്തിൻ്റെ പണി ആരംഭിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കൂടാരം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായ മോശ പാർക്കുന്ന കൂടാരമാണത്. അതിന് സമാഗമന കൂടാരം അന്നങ്ങ് വിളിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ള, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ള, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുന്ന മോശയുടെ അടുക്കൽ ആലോചന ചോദിക്കാനും കാര്യങ്ങൾക്കെല്ലാം ജനം വരുന്നത് അവിടെയാണ്, ആ കൂടാരത്തിലാണ്. അപ്പോൾ പാളയം മലിനമായ സ്ഥിതിക്ക് മോശ കൂടാരമെടുത്ത് ദൂരത്തടിച്ചെന്നാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കൂടാരത്തോടുള്ള ബന്ധത്തിൽ മോശയോട് സഹകരിച്ച് നിന്ന സഹോദരിമാരുടെ കാര്യമായി പറയുന്നത്. ആ സഹോദരിമാരങ്ങനെ കൊണ്ടുവന്ന് ഇതൊക്കെ സമർപ്പിച്ചു. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. മോശയോ വലിയവനായ ദൈവമോ അവിടെ ഒരു സഹോദരിയോടും സഹോദരനോടോ ആരോടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കുന്ന കണ്ണാടിയൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സഹോദരിമാര് സ്വമനസാല് അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ആ സഹോദരിമാർക്ക് യാതൊരു ഇൻസ്ട്രക്ഷനും കിട്ടിയിട്ടില്ല, ആരും നിർബന്ധിച്ചിട്ടില്ല. ഒരു സൂം മീറ്റിങ്ങിൽ പോലും ആ സഹോദരിമാരോട് മോശയോ അഹ്റോനോ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ബസലേലും പറഞ്ഞിട്ടില്ല, നേരിട്ടുള്ള മീറ്റിങ്ങിലും പറഞ്ഞിട്ടില്ല, ഒരു മീറ്റിങ്ങിലും ആരും പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെട്ട സഹോദരിമാരല്ലാതെ എത്രയോ സഹോദരിമാര് ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ആ സമയത്ത് 12 ഗോത്രത്തിലെ സഹോദരിമാരില്ലേ, ലക്ഷക്കണക്കിന് സ്ത്രീകളില്ലേ? ആ സ്ത്രീകളെല്ലാം മുഖതർപ്പണമായിട്ട് വന്നിരിക്കുകയാണോ? അങ്ങനെയാണോ നിങ്ങളൊക്കെ പഠിക്കുന്നേ? ഒരുപറ്റം സഹോദരിമാര് കർത്താവിൻ്റെ ക്രൂശീകരണ സമയം ഒന്ന് ഓർത്തു നോക്കി. യഹൂദ മലനാട്ടിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരിമാരുണ്ട്. ആ സ്ത്രീകളെല്ലാം ഈ അപ്പം മേടിച്ച് മൂക്കുമുട്ട തിന്നതാ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സമയത്തൊക്കെ ഇവരെല്ലാം മൂക്കുമുട്ട തിന്ന ആളുകളാണ്. അതുപോലെ എന്തെല്ലാം വിടുതലുകൾ സൗഖ്യങ്ങളൊക്കെ കിട്ടിയ ആളുകളുണ്ട്. ഒരു കാര്യം മാത്രം ഓർത്താൽ പോരെ, നമ്മുടെ മറ്റേ സഹോദരി ഉണ്ടല്ലോ, ഏതാ പുള്ളിക്കാരി, ആ രക്തസ്രാവക്കാരി, എത്ര കൊല്ലം എങ്ങനെ ജീവിച്ചതാ? ആ പുള്ളിക്കാരിയെ നമ്മൾ ക്രൂശിൻ്റെ ചോട്ടിലല്ലോ കണ്ടോ? ഒന്നും കണ്ടില്ല. ഇനി ഈ പറയപ്പെടുന്ന പുള്ളിക്കാരികളെ എല്ലാം കല്ലറയുടെ ചോട്ടിലല്ലോ കണ്ടോ? ഒന്നും കണ്ടില്ല. ഇതിപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കണ്ണാടിയൊക്കെ തല്ലി പൊട്ടിച്ചു എന്നൊന്നും നമ്മളിവിടെ പ്രസംഗിച്ചില്ല, നിങ്ങളാരും കേട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിദ്യാസമ്പന്നരായ സഹോദരിമാരൊക്കെ ഇങ്ങനെ കേൾക്കുന്നതെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. അധികം വിദ്യ അറിയാത്ത നമ്മുടെ സഹോദരിമാരുണ്ട്, നാട്ടിൻപുറത്തെ സഹോദരിമാർ, കൂലിവേലയൊക്കെ ആയിട്ട് നടക്കുന്നത്. അവർക്കൊന്നും അങ്ങനത്തെ ഡൗട്ട് വരാറില്ല. വേറെ ഡൗട്ടൊക്കെ വരുമായിരിക്കാം. ഇതെന്താ പറയുന്നത്? നമ്മൾ പറയാത്ത കാര്യം അവർ ഭാവനയിൽ ചിന്തിക്കുകയാണ്.
ഇങ്ങനെ ബലമായിട്ട് എല്ലാവരുടെയും കണ്ണാടി ഉടയ്ക്കണം എന്നൊക്കെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ട് നോക്കി. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. മുഖം നോക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ്. ആ പ്രിയപ്പെട്ട കാര്യത്തെ സമർപ്പിക്കാനായിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല അവിടെ. സമർപ്പിക്കാനല്ലോ പറയുന്നുണ്ടോ? സഹോദരിമാർ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയോട്ടെ. യെസ്, സമാഗമന കൂടാരത്തിൻ്റെ വാതിലുകൾ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. ഇതെല്ലാം കൊണ്ടുവരാൻ മോശ ആഹ്വാനം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. മോശ ആഹ്വാനം ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷെ മോശ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സംഭവം കത്തി. സഹോദരിമാർക്ക് എല്ലാവർക്കും കത്തി കാണില്ല, അത്യാവശ്യം കത്തേണ്ടവർക്കൊക്കെ കത്തി. അത് കത്തിയവരിതെല്ലാം കൊണ്ടുവന്നു ഓടച്ചോളാൻ പറഞ്ഞു. ഞങ്ങളെ അങ്ങ് ഓടച്ചോ. പ്രിയരെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയുന്നത് ഏതാ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ മെസ്സേജാണ്. അതായത് മോശയോ വലിയവനായ ദൈവമോ ആരോടും നിർബന്ധം പറഞ്ഞില്ല, ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് സമർപ്പിക്കാനൊന്നും ആരോടും പറഞ്ഞില്ല. ആ കാര്യമാണ് ആ ഭാഗത്ത് പറയുന്നത്. വളരെ കൃത്യമായി നമ്മൾ എടുത്തു പറയുന്നുണ്ട് ആ കാര്യം. അപ്പോൾ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കേൾപ്പിക്കാമെന്ന് വെച്ചത്. കാരണം മനുഷ്യൻ സംശയിച്ചു പോകുമല്ലോ, നമ്മൾ പറയുന്നത് സത്യമാണോ എന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടൊന്ന് കേൾപ്പിക്കാനായിട്ട് പരിശ്രമിച്ചതാണ്. അപ്പോൾ ആ ഭാഗം വിട്ടേക്കാം. എന്നിട്ട് പല സൈഡിൽ നിന്ന് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ, പല സൈഡിൽ നിന്ന്. അതിൽ ചില പ്രിയപ്പെട്ടവരുടെ കമൻസ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ചിന്താമണ്ഡലത്തിലൂടെ അങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ വാത്സല്യ സഹോദരി പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാങ്ച്വറി അഥവാ വിശുദ്ധ നിവാസം എങ്ങനെ പണിയണമെന്നും ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്നും ഒക്കെ, അതുപോലെ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ പൗരോഹിത്യ വസ്ത്രങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായി മോശയിലൂടെ കൊടുത്തു. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്ര ഗൗരവമായിട്ട് പറയേണ്ടതുണ്ടോ എന്നുള്ളതായിരിക്കാം. അങ്ങനെ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പരാമർശമുള്ളത്, എന്ത് സൂചനയാണുള്ളത്? പഴയ നിയമത്തിൽ ഈ കാര്യം സീരിയസ് ആണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളമാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇവിടെ ഞാൻ അഡ്വാൻസ് ചെയ്ത് സഹോദരങ്ങളോടൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട്, 5 അതിലധികമോ ആഴ്ചകളായിട്ട് നമ്മൾ സംസാരിച്ചു പോകുന്ന സബ്ജക്റ്റ് എന്താണ്? ഒരു പ്രസിദ്ധനായ ന്യൂ ജനറേഷൻ പാസ്റ്ററെ നമ്മൾ ആദ്യം രംഗത്ത് കൊണ്ടുവന്നു. അദ്ദേഹം പറയുന്ന വികലമായ കാര്യങ്ങളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അനലൈസ് ചെയ്തു. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പബ്ലിക്കിൽ അനേകർക്ക് അത് സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി വരുന്നത്. ഈ പറയുന്ന ആളെ നമ്മൾ ആത്മാവിൽ വിവേചിച്ചിട്ട് നമ്മൾ പബ്ലിക്കലി പറയാണ് ഈ മനുഷ്യൻ പറയുന്നൊന്നും പരിശുദ്ധാത്മാവിലല്ലെന്ന്. അങ്ങനെ ചുമ്മാ പറയാൻ പറ്റുമോ? ഓർപ്പിച്ചാ പറയുന്നത്. പരിശുദ്ധാത്മാവിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് സാമാന്യം കൊടുക്കുന്ന ജ്ഞാനങ്ങളുണ്ട്. ആ സാമാന്യ ജ്ഞാനങ്ങളൊന്നും പുള്ളിയിൽ വെളിപ്പെടുന്നില്ല. അദ്ദേഹം മഹാമണ്ഡത്തരങ്ങളാണ് പറയുന്നത്, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കലി റെക്കോർഡ് ചെയ്ത മെസ്സേജും അപ്ലോഡ് ചെയ്തു. അത് കേട്ട് അവരുടെ ഇടയിലുള്ള ആളുകൾ ചില സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെ അടുത്ത ആഴ്ചയിൽ വിശദീകരണത്തിലേക്ക് വന്നത്. അദ്ദേഹം പണ്ടുണ്ടായിരുന്ന നിലയിൽ നിന്ന് തൻ്റെ ബാഹ്യരൂപത്തിനൊക്കെ മാറ്റം വരുത്തി, തലമുടിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആ കാര്യത്തിലേക്കൊക്കെ വന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വളരെ പുഞ്ചിരിയോടുകൂടിയാണ് പറഞ്ഞത്. ചിരിച്ചുകൊണ്ട് നർമ്മം കലർന്ന വാക്കുകളിലാണ് പറഞ്ഞത്. പണ്ട് ഈ ഉപദേശിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇപ്പോൾ ഭംഗിക്കുറവൊന്നുമില്ല. അന്ന് ഇത്രയും തലമുടിയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എങ്ങനെയൊക്കെയോ അത് വളർന്നു വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ആളുകൾ അതൊക്കെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ എന്നാ ശരി, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, അവൻ്റെ ശരീരത്തിൻ്റെ സമർപ്പണം എത്രത്തോളം ആയിരിക്കണം, അതിൻ്റെ പ്രസക്തി എന്തെന്നുള്ളത് വിശദീകരിക്കാൻ ഇടയായത്. 4-5 ആഴ്ച വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഇതൊന്നും ഒറ്റയടിക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല, വീണ്ടും കേൾക്കേണ്ടി വരും.
നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, റെഫറൻസ് നോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലാതെ നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് വളരുകയല്ലാതെ വേറെ മാർഗമില്ല. അല്ലെങ്കിൽ ഇതെല്ലാം തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുമെന്ന് ഞാൻ കൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ വളരെ വർഷങ്ങൾ കൊണ്ട് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് സെക്കൻഡ് നേരം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പറപ്പിച്ച് വിടുന്നത്. അത് അങ്ങനെയൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് സ്നേഹം കൊണ്ട് പറഞ്ഞത്, ശാന്തമായി ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കണം. പെട്ടെന്നൊന്നും മനസ്സിലാകില്ല. ഓർക്കണം, ടാബർനാക്കിളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളുടെ ഈ സാറ്റർഡേ മീറ്റിങ്ങിൽ ഒരിക്കലും ടാബർനാക്കിൾ സ്റ്റഡി നടത്തിയിട്ടേ ഇല്ല. എന്നാൽ അതിലെ പല കാര്യങ്ങളും എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളും. ആ ഒരു സ്റ്റഡിയിലേക്ക് വരണമെങ്കിൽ തന്നെ അതിലൊരു ബേസ് ഉണ്ട്. അത് കേട്ടിട്ടുള്ളവരോട് ഇരിപ്പുണ്ട്. അത് നമ്മൾ സൺഡേ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട്. അത് വീഡിയോ മെസ്സേജസ് ഇല്ല, ഓഡിയോ മെസ്സേജുകളേ ഉള്ളൂ. അതിലൊരു ബേസിൽ തുടങ്ങണം. ആ ബേസൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്നു കഴിയുമ്പോഴാണ് ടബർനാക്കിൾ എന്ന് പറയുന്ന ആ സബ്ജക്റ്റിന്റെ സീരിയസ്നെസ്സിലേക്ക് ഒരാൾക്ക് വരാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകളെല്ലാം ചുമ്മാ കല്ലെറിഞ്ഞിട്ട് പോവുള്ളൂ. ഇത് എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ച് പെട്ടെന്നൊരാൾ വന്ന് കേട്ടാൽ, പുതിയതായിട്ടൊരാൾ വന്ന് കേട്ടാൽ മനസ്സിലാകില്ല. നിങ്ങളിൽ പലരും നാളുകളായിട്ട് കേൾക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്ത് പറയുന്നത്. ഘനഗംഭീരമായ വിഷയങ്ങളാണത്. അതൊക്കെ നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച 2 കാര്യം പറഞ്ഞു. ഒന്ന്, അഹ്റോൻ ഈ പറഞ്ഞ സാധനമൊക്കെ തീക്കകത്തേക്ക് ഇട്ടപ്പോൾ കാളക്കുട്ടി പുറത്തു വന്നു. എന്നാൽ ബസലേൽ തീക്കകത്ത് ഇട്ടപ്പോൾ താമ്രത്തൊട്ടി പുറത്തു വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയാണ് ബസലേലിൽ നിന്ന് പുറത്തു വന്നത്. എന്നാൽ ദൈവത്തിന്റെ ദാസൻ തന്നെയായ അഹ്റോനിൽ നിന്ന് ആ സമയത്ത് വെളിപ്പെട്ട് വന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രവൃത്തിയല്ല. അത് ചുമ്മാ കാളക്കുട്ടിയാണ്. ജഡത്തിന്റെ ഉല്ലാസങ്ങളാണ് അതിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ആ കാളക്കുട്ടിയിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ജഡത്തിന്റെ ഉല്ലാസങ്ങൾ. അതേസമയം ബസലേലിലൂടെ പുറത്തു വന്നതോ ദൈവഹിതമാണ്. സമാഗമന കൂടാരത്തിന്റെ ചലനത്തിന് അത് ചലിക്കണമല്ലോ, അവിടുത്തെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകണമല്ലോ. അതിന് താമ്രത്തൊട്ടി ഇല്ലാതെ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ സമാഗമന കൂടാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ബേസ് ഉണ്ട്. ആ ബേസിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മുടെ പഴയ മെസ്സേജുകളിൽ പോഡ്കാസ്റ്റിലെ ഓഡിയോ മെസ്സേജുകളൊക്കെ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഓഡിയോ ഒക്കെ കേൾക്കാം. റെഫറൻസുകൾ ലഭിക്കും. വെളിപ്പാടുകൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കാം. അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ടാബർനാക്കിളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും ആദ്യത്തെ വിലപ്പെട്ട കാഴ്ച എന്താ? പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ് അത് കാണുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു 19-ാം അധ്യായമുണ്ട്. ആ 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതത്തിൽ തേജോമയനായ ദൈവം ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ടാണ്, ആ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടാണ് മോശ ജനത്തോട് പറയുന്നത്, കാഴ്ച കണ്ടല്ലോ, ആ തേജോമയനായ ദൈവം നമ്മുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. എന്നിട്ട് അവരുടെ പ്രമാണിമാരെ എല്ലാം കൂട്ടിക്കൊണ്ട് പർവ്വതത്തിലേക്ക് 24-ാം അധ്യായത്തിൽ കയറി പോവുകയാണ്. 24-ാം അധ്യായത്തിൽ പ്രമാണിമാരെല്ലാം ദൈവസന്നിധാനത്തെങ്കിൽ ഇരുന്ന് ആ ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. അവിടെ കണ്ട കാഴ്ചകളൊക്കെ എത്ര ഭയങ്കര കാഴ്ചകളാ! വലിയവനായ ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ അവർ ഇരുന്നു കണ്ട കാഴ്ചകൾ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് 25-ാം അധ്യായത്തിൽ ഈ കൂടാരത്തിന്റെ നിർമ്മിതിയിലേക്ക് വരുന്നത്. എന്തിനാ ഈ 2 അധ്യായം പറഞ്ഞത്? 19, 24 പറഞ്ഞത്? ഇതാർക്കാ ഇത് നിർമ്മിക്കുന്നതെന്ന് ഈ ജനം മനസ്സിലാക്കണമല്ലോ. മോശയും അഹ്റോനും മറ്റുള്ളവരും, വിശേഷിച്ച് ഈ 12 ഗോത്രക്കാരും മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ആ വിഷയം പറഞ്ഞു കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? മോശയുടെ കൂടാരം തികച്ചും ടെമ്പററിയാണ്, താൽക്കാലികമായൊരു കൂടാരമാണ്. വെറും താൽക്കാലിക കൂടാരം ഭയത്തോടും പുറയലോടുമാണ് മോശ പണിതെങ്കിൽ പെർമനന്റിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെർമനന്റ്. അത് ദൈവത്തിന്റെ നിത്യകൂടാരമല്ല ടാബർനാക്കിൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നിത്യകൂടാരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. അപ്പൊ അതിന്റെ അളവും മെഷർമെന്റും കാര്യങ്ങളും എല്ലാം പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ്. ക്വസ്റ്റ്യൻ എന്താ? ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇതൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് വല്ലതും ഉണ്ടോ എന്ന്? നിശ്ചയമായും ഉണ്ട്. അതിനല്ലേ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും കേട്ടോ, എല്ലാവരും ചെവി തുറന്ന് കേട്ടോണം. സ്വർഗത്തിലെ ദൈവം തന്റെ സഭയെ ചലിപ്പിക്കാൻ വേണ്ടി 5 വിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിട്ടുണ്ട്. അവരെ എല്ലാം ജ്ഞാനാത്മാവിൽ നിറച്ചിരിക്കുകയല്ലേ. ദൈവം വേലയ്ക്ക് വിളിച്ചവരുടെ കാര്യമാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക അവരെ ഇവരെ മറ്റവരെ നോക്കുക. അതൊന്നും എനിക്കറിയില്ല.
അതിനൊന്നും വിശദീകരണത്തിൽ ഞാനിപ്പോൾ ഇല്ല. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നിവാസം പണിയാനായിട്ട് ബസലേലിനെ തിരഞ്ഞെടുത്തെങ്കിൽ ആ ബസലേലിനെ സ്വർഗത്തിലെ ദൈവം ജ്ഞാനാത്മാവിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ നിയമ കൂടാരം പണിയുന്ന മോശയാണ്, ഒരു ഭൃത്യനായിട്ട്. വലിയവനായ ദൈവത്തിൻ്റെ നിത്യനിവാസം പണിയുന്ന യേശുക്രിസ്തുവാണ്, പുത്രനായിട്ട്, ഭൃത്യനായിട്ടല്ല പുത്രനായിട്ട്. ആ പണിയുന്ന ക്രിസ്തുവിൻ്റെ കയ്യിലെ ടൂൾസ്, ആയുധങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽപ്പെട്ടവർ, തൻ്റെ ശുശ്രൂഷകർ. അവരെ കരത്തിലെടുത്ത് താനെ പണിയും കാര്യങ്ങളെ. അതിൻ്റെ ഭാഗമാണ് ഈ മീറ്റിങ്ങുകളെല്ലാം. അല്ലാതെ ഒരു നേരം പോക്കിനല്ല നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇതിൻ്റെ പിന്നിലല്ല എന്ത് പ്രതിസന്ധി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ വചനം പ്രസ്താവിക്കുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്, തടസ്സങ്ങൾ, പലവിധമായ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും നേരം പോക്ക് പറയുകയാണെങ്കിൽ ഒരു തടസ്സവും. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്, പ്രസ്താവിക്കുന്നത്. മനസ്സിലാക്കുക, വളരെ സീരിയസ് ആയ കാര്യമാണ്. ഒന്ന് ടെമ്പററി, കേവലം 488 വർഷം ഇസ്രായേലിന്റെ നടുവിലുണ്ടായിരുന്ന തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും പടത ആ കൂടാരം ചുരുട്ടി വെച്ചു. നോക്കണം, ഞാനും നിങ്ങളുമാകുന്ന കൂടാരം ഇത് ദൈവത്തിൻ്റെ നിത്യനിവാസമാണ്. ഇത് പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് പണിയേണ്ടത്. വെളിപ്പാട് ലഭിച്ചവർ കൃത്യമായും അത് പണിയും. തലതിരിഞ്ഞ കൂട്ടങ്ങളിൽ വിശ്വാസത്തിൽ വന്നിട്ട് തോന്നുന്നത് പോലെ നടക്കുകയും തോന്നുന്ന പോലെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിലൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിഷേധാത്മകത ഒത്തിരി വരും, തെറ്റായ ചിന്തകൾ വരും. വലിയ പാടാണ് ട്രാക്കിലേക്ക് വരാൻ. നല്ല ആരംഭം കുറിക്കപ്പെടണം, നല്ല ആരംഭം അതാവശ്യമാണ്. വിത്ത് ശരിയായ നിലയിൽ വീഴണം. വിത്ത് പാറപ്പുറത്തും മുള്ളിനിടയിലും അവിടെ ഇവിടെയൊക്കെ പോയി വീണിട്ട് പിന്നെ എങ്ങനെയോ ഞെങ്ങി ഞെരുങ്ങിയോ ഒക്കെ സ്നാനപ്പെട്ടു ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് അറിവൊക്കെ ഉണ്ടാകും, അറിവ് കൊണ്ടൊന്നും കാര്യമില്ല. പുതിയ നിയമ സഭ വെളിപ്പാടിലാണ് പണിയുന്നത്. പത്രോസിനോട് അത് കൃത്യമായിട്ട് ഫിലിപ്പിന്റെ കൈസരെ വെച്ച് കർത്താവ് പറഞ്ഞു. നാട്ടുകാരൊക്കെ എന്നെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പലതും പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ കേഫ കൃത്യമായി ഉത്തരം പറഞ്ഞു, നീ വന്നിനായവന്റെ പുത്രനായ മെശിഹയാണെന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു പറഞ്ഞു, ബറിയോന ശീമോനെ, ജഡരക്തങ്ങളൊന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, കമന്ററികളല്ല, ഡിക്ഷണറികളല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും തടിച്ച പുസ്തകങ്ങളൊന്നും അല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഗമാലിയേലും അല്ല, അന്നാസും അല്ല, കയ്യഫാവും അല്ല, ആരുമല്ല. പിന്നെയോ സ്വർഗസ്നായ എൻ്റെ പിതാവ് അത്രേ വെളിപ്പെടുത്തി തന്നത്. തത്തുല്യമായ വാക്യമുണ്ടല്ലോ ലൂക്കോസില്. പിതാവ് തൻ്റെ പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അല്ല, ആഗ്രഹമുള്ളവർക്ക്, സമർപ്പണമുള്ളവർക്ക് പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട്. പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് അതിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുന്നത്. മോശയുടേതൊരു ടെമ്പററി കൂടാരം, പിന്നത്തേതിൽ ശലോമോനിലൂടെ മഹത്തായ ഒരു നിർമ്മിതി, അതാണ് ജെറുസലേം ടെമ്പിൾ. ടെമ്പററി, പെർമനന്റ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിക്കുന്നത്? യേശു ക്രിസ്തു മൺമയമായ കൂടാരത്തിൽ ഒരു ടെമ്പററിയിൽ ഈ ഭൂമിയിൽ ഏകദേശം ഒരു 33 വർഷക്കാലം ഈ ഭൂമിയിൽ. പിന്നത്തേതിൽ യേശു ക്രിസ്തുവിനെ നാം കാണുന്നത് വിൺമയ കൂടാരത്തിലാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പിന്നത്തേതിൽ നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ തേജോമയ രൂപത്തെ നമ്മൾ കാണുകയാണ്. ആ പാദം തന്നെ നമ്മൾ കാണുമ്പോൾ എന്തൊരു ഭയാനകതയാണ് ആ പാദത്തിലേക്ക് നോക്കുമ്പോൾ. ആ കണ്ട രൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾ വർണ്ണിച്ചിട്ടുള്ള മനുഷ്യരല്ലേ, നമ്മളതൊക്കെ വർണ്ണിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ യേശു ക്രിസ്തു ടെമ്പററി കൂടാരത്തിൽ, പിന്നത്തേതിൽ പെർമനന്റിലേക്ക്. ഇനി നമ്മളിലേക്ക് വരാം. ദൈവസഭയുണ്ട്, നാം ഉണ്ട്. അതായത് യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ച് പറയും, അപ്പോൾ തന്നെ വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെ കുറിച്ച് പറയും. നാം ഇപ്പോൾ മൺമയ കൂടാരത്തിൽ, 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, കൂടാരമായ ഭൗമ ഭവനത്തിൽ നാം സഞ്ചരിക്കുകയാണ്. പിന്നത്തേതിൽ ഈ പറയുന്ന കൂടാരം തേജസ്കരിക്കപ്പെട്ട് രൂപാന്തര ശരീരം പ്രാപിച്ച് വിൺമയ കൂടാരമായിട്ട് ഇത് മാറുന്നു, സ്വർഗീയമായൊരു കൂടാരമായിട്ട് മാറുന്നു. അതാണ് പെർമനന്റ് സ്ട്രക്ചർ. ആ പെർമനന്റ് പുതിയ ഭൂമിയിലായിരിക്കും. നോക്കണം, സമാഗമന കൂടാരം യാത്രയിലായിരുന്നു ഇസ്രായേലിന്റെ നടുവിൽ. അതേസമയം വാഗ്ദത്ത ഭൂമിയിലാണ് ജെറുസലേം ടെമ്പിൾ വെച്ചത്. നാം ഇന്ന് പരദേശികൾ എന്ന നിലയിൽ യാത്രക്കാരാണ് മൺമയ കൂടാരത്തിൽ. കാഹളം ധ്വനിക്കുമ്പോൾ പിന്നത്തേതിൽ നാം പുതിയ ഭൂമിയിൽ വിൺമയ കൂടാരത്തിൽ വസിക്കുന്ന കാലം. ടെമ്പററി, പെർമനന്റ്, ടെമ്പററി, പെർമനന്റ്. യേശു ക്രിസ്തു ടെമ്പററിയിൽ, യേശു ക്രിസ്തു പെർമനന്റിൽ. നാമും ടെമ്പററി കൂടാരത്തിൽ, പിന്നത്തേതിൽ പെർമനന്റ് ആയ കൂടാരത്തിലേക്ക് മാറുന്നു. അതിനോടനുബന്ധിച്ചൊക്കെ വാക്യങ്ങൾ കിടക്കുകയല്ലേ. ഫിലിപ്പ് ലേഖനം 3:20 ഒന്ന് വായിച്ചാൽ
അല്ലേ? 3:20 അല്ലേ? യെസ്, 3:20, 21 നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അവങ്കലി പ്രത്യാശയുള്ളവരെല്ലാം അതിനുവേണ്ടി ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കണം. അങ്ങനെയല്ലേ വചനം? അങ്ങനെയാണ് വചനം. അപ്പോൾ ആ രൂപാന്തരപ്പെടുത്തുമെന്ന് പറയുന്ന ആ കാഴ്ച അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ. സഭയുടെ റെപ്രസെൻറ്റേറ്റീവായ യോഹന്നാൻ അത് കാണുകയാണ്, വാക്ക് പാലിക്കുകയാണ്. ആ കാണുന്ന തേജോമയ രൂപം, അതിൻ്റെ ശിരസ് ക്രിസ്തുവും ആ ശരീരം പണിതീർക്കപ്പെട്ട സഭയുമാണ്, ഒരുക്കപ്പെട്ട സഭയാണ്. അവിടെ കാണുന്ന ഓവർകമേഴ്സിനെയാണ്, ജയാളികളുടെ സംഘത്തെയാണ്. അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവർ രണ്ടും ഇനി രണ്ടല്ല ഒന്നത്രേ. വലിയ വലിയ വെളിപ്പാടുകളാണ് ഇതെല്ലാം. ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ നല്ല അടിസ്ഥാനം വേണം. ദൈവഭയമുള്ള ദൈവദാസന്മാരുടെ കൂടെ സഞ്ചരിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ നേരം പോക്കൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നടന്നാലൊന്നും കാര്യം മനസ്സിലാകില്ല. ഓക്കെ, സമയം മുന്നോട്ട് വളരെ പോയതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയട്ടെ. ആ സഹോദരിയുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതുണ്ടല്ലോ. നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ചെറിയവനാകട്ടെ വലിയവനാകട്ടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു പുതിയ സബ്ജക്റ്റിലേക്ക് പോവില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അയ്യോ പാസ്റ്റർ, ഇന്നൊരു പുതിയ അധ്യായം തുറന്ന് പുതിയത് പറയാൻ മേലെന്ന്. നോ, അങ്ങനെ ഒരു പരിപാടി നമുക്കില്ല. അതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ കാര്യത്തിന് കൃത്യത പോരാമെന്നോ അല്ലെങ്കിൽ അത് തെളിഞ്ഞിട്ടില്ലെന്നോ ഒരാളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ആ കാര്യത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? അതെനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്കൊരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ ആ കാര്യത്തിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. അതിനാണ് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ആ സഹോദരി തുടക്കത്തിൽ ചോദിച്ചത് എന്താ? പഴയ നിയമത്തിലെ കൂടാരം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ലോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ എന്നാണ്. ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പർവ്വതത്തിലെ മാതൃക പ്രകാരം തന്നെയാണ് പുതിയ നിയമത്തിലെ പണിയേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ പ്രസംഗിച്ച മെസ്സേജുകൾ യൂട്യൂബിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ആ കാര്യങ്ങളെ അന്വേഷിക്കാവുന്നേ ഉള്ളൂ. ദൈവം അനുവദിച്ച പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ കടന്നു പോകാം. ഇപ്പം ഞാൻ ആ ഒരു കാര്യം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഉത്തരവാണ് പറഞ്ഞത്. നിശ്ചയമായും അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ബോധ്യമുണ്ട്. അവരത് പറയും, അവരത് പഠിപ്പിക്കും. വെളിപ്പാട് ലഭിക്കണം. അകക്കണ്ണ് തുറന്നവർക്കേ അത് സാധിക്കുകയുള്ളൂ. എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ അതിന് 2 തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും അവിടെ എഴുതിയിരിക്കുന്ന പഴയ നിയമത്തിലെ 39 പുസ്തകത്തെയാണ്. അതെന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഉപദേശം ലഭിക്കുവാനും ആത്മീയ വർധനവിനും അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഈ 39 പുസ്തകം തന്നിരിക്കുന്നത്. ആ 39 പുസ്തകത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തണം, ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം, ദൈവസഭയെക്കുറിച്ച് മനസ്സിലാക്കണം, അതിന് രൂപരേഖ എങ്ങനെയായിരിക്കുമെന്നൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ ഹോരേബിൻ്റെ അടിവാരത്ത് വരാതെ തരമില്ല, പർവ്വതത്തിലേക്ക് വരാതെ തരമില്ല. പർവ്വതത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ വെളിപ്പാട് ലഭിക്കുകയുള്ളൂ. ഇപ്പം പോകുന്ന പോക്കിൽ എനിക്ക് എല്ലാം അറിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നേ. അത് നടക്കില്ല. പർവ്വതത്തിലേക്ക് വന്നാലേ കാര്യം നടക്കുകയുള്ളൂ. പർവ്വതത്തിലേക്ക് വരുമ്പോൾ വലിയ ചുമടൊക്കെ ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല. പർവ്വതത്തിലേക്ക് വരുമ്പോൾ പല പാണ്ടക്കെട്ടും ഒക്കെ താഴെ ഇറക്കി വെക്കേണ്ടി വരും. താഴെ ഇറക്കി വെച്ചിട്ട് വരേണ്ടി വരും. ക്രൂശെടുത്തുകൊണ്ട് വരേണ്ടി വരും. പിന്നെ എന്നാ നുകത്തിൻ കീഴിലേക്ക് വരേണ്ടി വരും. പർവ്വതത്തിലേക്കുള്ള വഴി എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇടുക്കമുള്ള വാതിലിലൂടെ ഞെരുക്കമുള്ള വഴിയിലൂടെയാണ് അങ്ങോട്ട് എത്തുന്നത്. അല്ലാതെ എനിക്ക് ഇപ്പം എല്ലാം അറിയണം, വെളിപ്പാടുകൾ വേണമെന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ എന്നോടുള്ള ബന്ധത്തിലും നിങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് എല്ലാവരോടുമുള്ള ബന്ധത്തിലും നടപടിയില്ലെന്നുള്ളതാണ്. സമർപ്പിത ജീവിതം എങ്കിൽ മാത്രമേ കാര്യങ്ങളെ തുറന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ പിന്നീട് പ്രിയപ്പെട്ടവൾ പറയുന്നത്, പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിലെ ആ വാക്യം വീണ്ടും കോട്ട് ചെയ്തിട്ട് ചോദിക്കുന്നത്, കണ്ണാടിയിൽ മുഖം നോക്കുന്നത് ദൈവത്തിന് കോപമുള്ള കാര്യമാണോ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ ദൈവമേ. ഞാൻ പിന്നീട് അത് റിവൈൻഡ് ചെയ്ത് അല്പഭാഗം കേട്ടു നോക്കി. ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ വന്നിരുന്നത് മുഖം നോക്കി നന്നായിട്ട് മുടിയൊക്കെ ചീകി റെഡിയാക്കി വെച്ചിട്ടാണ് വന്നിരുന്നത്. മുഖം നോക്കുന്ന കണ്ണാടി നോക്കി ആൾ മിടുക്കനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കണ്ണാടി നോക്കാതെ കേട്ടോ. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണാടിയൊന്നുമില്ല. സമയത്തിൻ്റെ കുറവ് കൊണ്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം റെഡിയായി. അത്യാവശ്യം ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഹെയർ സ്റ്റൈലല്ല ഇവിടുത്തെ വിഷയം.
വെളിപ്പാടുകളാണ് വിഷയം. ശുശ്രൂഷകനായി എനിക്ക് വചനം വെളിപ്പെട്ട് കിട്ടുകയും പ്രിയപ്പെട്ടവർക്ക് കാര്യങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യി വയ്ക്കുന്നത് ഭംഗിയായിട്ടാണോ എന്ന് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിനൊക്കെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒക്കെ ഉള്ളൂ. 1ാം സ്ഥാനം നാം ദൈവ സാന്നിധ്യം അനുഭവിക്കണം, വെളിപ്പാടുകൾ ലഭിക്കണം, മുന്നോട്ട് പോകണം. നമുക്കൊരു പ്രത്യാശയുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രിയപ്പെട്ടവൾ കുറേ വാക്യങ്ങളെ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് അന്തം വിട്ടുപോയി ഞാൻ. ഇതെങ്ങനെ ഇതൊക്കെ കൂട്ടിമുട്ടിക്കുമെന്ന് ഓർത്തിട്ട്. വാക്യങ്ങളൊക്കെ ഇങ്ങനെയാണ്: യോഹന്നാൻ 3:16, യോഹന്നാൻ 21:12, യോഹന്നാൻ 6:37, പിന്നെ യൂദായുടെ പുസ്തകം അതിൻ്റെ 24-25 അവസാനത്തെ 2 വാക്യങ്ങൾ: വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുന്നവനായ എന്നൊക്കെ പറയുന്നതും ഒക്കെ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്താ ഉദ്ദേശിച്ചതെന്നും എനിക്കറിയില്ല. പിന്നീട് മത്തായിയുടെ സുവിശേഷം 6:28-29, ഇതിൻ്റെയൊക്കെ ആഴങ്ങൾ എന്താണ്? അപ്പം നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല, എന്താ ഉദ്ദേശിച്ചതെന്നും അറിയില്ല, കാരണം അത്ര പിടികിട്ടിയില്ല എനിക്ക്. അത് കഴിഞ്ഞിട്ട് റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങളെ താനെ കോട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലെ മെസ്സേജുകളിലെല്ലാം ഞാൻ റോമാലേഖനം 12-ന്റെ 1-2 പറഞ്ഞു. ആ കാര്യങ്ങൾ നമ്മുടെ വാത്സല്യ സഹോദരിമാർ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ആ കാര്യങ്ങളെ എങ്ങനെ ഈ പ്രിയപ്പെട്ടവളെ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ബിഗ് ക്വസ്റ്റ്യനാണ്. ആ സഹോദരി തൻ്റെ സംശയമാണ് റേസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സഹോദരിമാർ കാലങ്ങളായി കേൾക്കുന്നവരാണ്, അവർ നേരിട്ടും അല്ലാതെയൊക്കെ കേൾക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ആ കാര്യം ഫലപ്രദമായി പ്രിയപ്പെട്ടവളെ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിയണം. കഴിഞ്ഞു ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞു കാണുമായിരിക്കും, അവർ ഉത്സാഹിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനോട് ചേർത്ത് പ്രിയപ്പെട്ടവൾ പറയുന്നത് എന്താ? നാം ഈ ലോകത്തിന് അനുരൂപരാകരെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ണാടിയിൽ നോക്കരുത്, നമ്മെ തന്നെ സ്വയം പ്രദർശിപ്പിക്കരുത്, പിന്നെ മറ്റ് പുസ്തകങ്ങളോ മാഗസീനുകളോ ജേണലുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കരുത്, നോക്കരുത് എന്നൊക്കെയാണോ? പിന്നെ എന്താ? സിനിമകൾ, സീരിയലുകൾ, വാർത്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പാടില്ലേ? പിന്നെ എന്താ? എന്തെങ്കിലും വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ, അതായത് എന്താ അതിൻ്റെ ഉപയോഗിച്ച വാക്ക് ഞാൻ മറന്നുപോയി, ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെയാണ്. എന്തെങ്കിലും വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിന് തടസ്സങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് ദൈവത്തിന് കോപം വരുന്ന കാര്യമല്ലോ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. റോമാലേഖനം 12-ന്റെ 1-2 വാക്യം വെച്ചിട്ട് തന്നെ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിന് അനുരൂപരാകരെന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്, തനിക്കതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ പറയപ്പെട്ട നിലയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളുമായിട്ടാണോ വരുന്നത്? അത് ഈ ഭൂമി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അല്ലേ? ഇവ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ മൊത്തത്തിൽ ജീവിക്കാൻ പാടായിട്ട് വരും. ബുക്കുകൾ വായിക്കാൻ പാടില്ല, ന്യൂസ് പേപ്പർ വായിക്കാൻ പാടില്ല. അങ്ങനെ തോമസ് സാറ് ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെയൊക്കെ പ്രസംഗിച്ചോ? കണ്ടോ, സാക്ഷികളുടെ സമൂഹം എൻ്റെ ചുറ്റുമുണ്ട്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്താണോന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ സഹോദരി എഴുതിയതിൽ ന്യായമായ മണ്ടത്തരമുണ്ട്. അതെനിക്ക് തോന്നുന്നത് MA വർഗീസിൻ്റെ ചർച്ചിലും തങ്കുവിൻ്റെ ചർച്ചിലൊക്കെ വല്ലപ്പോഴും വല്ല മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പോയി വന്നതുകൊണ്ടാകാം 1-2 വാക്കുകൾ സുഖകരവും ശുഭകരവും അല്ലാത്തതുകൊണ്ട്. സിനിമകൾ കാണാൻ പാടില്ലേ, സീരിയലുകൾ കാണാൻ പാടില്ലേ എന്നൊക്കെ. പിന്നെ വാർത്തകൾ കാണാൻ പാടില്ലേ എന്നുണ്ട്. വാർത്ത കണ്ടില്ലെങ്കിൽ ഞാൻ ചൂരപടിക്ക് അടിക്കുമെന്നും പറയാറുണ്ട്. ഇവിടെ ഒരു സഹോദരൻ ഇരിപ്പുണ്ട്, അവനെ ഞാൻ എപ്പോഴും പറയും, വാർത്ത മീൻസ് ഹെഡ്ലൈൻസ് നോക്കണമെന്ന്. ന്യൂസ് പേപ്പർ കിട്ടിയാൽ ഹെഡ്ലൈൻസ് നോക്കണം. മറ്റ് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും ഹെഡ്ലൈൻസ് നോക്കണം. ചുറ്റും എന്താ നടക്കുന്നതെന്ന് അറിയണം. ഞാൻ ഒരുവനോട് ചോദിച്ചേ, എടാ ഉവ്വേ നിന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കാവോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചോദിച്ചു നോക്കാം, ഉത്തരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ഒരാളോട് ഞാൻ ചോദിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യമേ പലർക്കും അറിയില്ല. ഇപ്പോൾ ഇസ്രായേലും ഇറാനുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷൻ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേലിൽ വന്ന് വീണിട്ടുണ്ട്. ഒരു 60 to 70% സഹോദരിമാരും അതുപോലെ ഒരു 50% സഹോദരന്മാരും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും തമ്പുരാൻ അറിയാം. ഈ ന്യൂസ് കാണരുതെന്നോ ഈ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്നോ ഏതെങ്കിലും ഒരു പെന്തിക്കോസുകാർ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഇനി അങ്ങനെ ഉണ്ടോയെന്ന് പിടിയില്ല. ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ ചരിത്രം അറിയുന്നവരായിരിക്കണം, അതുപോലെ ലോക സംഭവങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നവരായിരിക്കണം,
അല്ലാതെ നിങ്ങൾ മത്തായി 24-25 എങ്ങനെ നാട്ടുകാരോട് പറയും? മത്തായി 24-25 എങ്ങനെ പറയും? എസെക്കിയേൽ 37, 38, 39 എങ്ങനെ പറയും? എങ്ങനെ ജനത്തോട് ഈ കാര്യങ്ങളൊക്കെ പറയും? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയണമെങ്കിൽ നിശ്ചയമായും നമുക്ക് അത്യാവശ്യം ജ്ഞാനമൊക്കെ ആവശ്യമാണ്. നമ്മൾ കാര്യങ്ങളെയൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടസ്സം ചെയ്യുന്ന ആൾക്കാരല്ല. ലോകത്തിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ലോകത്തിന്റെ സിസ്റ്റത്തോട് നമ്മൾ അനുരൂപരാകരുത്, അതിനോട് ഇഴുകിച്ചേരാനായിട്ട് പോകരുത്. അതാണ് ആ വാക്യത്തിലൂടെ നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ അവിടെ ശരീരത്തിന്റെ സമർപ്പണത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ സിനിമയും സീരിയലൊക്കെ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്റർ തങ്കുവിന്റെ കൂട്ടത്തിൽ കൂടുക, നിങ്ങൾ എങ്ങനെ വേണേലും ജീവിക്കാം. അല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ അതിന് പറയുന്നത് വേറെ ഒരു വാക്കുപയോഗിക്കും, ഒരു വല്ലാത്ത വാക്കുപയോഗിക്കും. അവർ കാണിക്കുന്ന കോമാളിത്തരം കണ്ട് രസിക്കാൻ നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? അവനെ സംബന്ധിച്ച് അവൻ വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുന്നവനാണോ? നമ്മളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും അവർക്ക് കഴിയുമോ? നമ്മൾ സിനിമ കാണാനിരിക്കുന്ന എവിടെയാ? ഹലോ നമ്മൾ സിനിമ കാണാനിരിക്കുന്ന എവിടെയാ? സഹോദരന്മാരിൽ ആരെങ്കിലും ഒരാൾക്ക് വേഗം പറയാമോ? നമ്മൾ സിനിമ കാണാനിരിക്കുന്ന എവിടെയാണെന്ന് വേഗം ഒന്ന് പറയാവോ? ഇതിനു മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാ. ഇനി സഹോദരിമാർക്ക് മൈക്ക് വിട്ടിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം അവിടെ നിന്ന് കിട്ടുള്ളൂ. സഹോദരിമാരാരെങ്കിലും പറഞ്ഞേ. ഒറ്റ ഒരാൾ അതിന് ഉത്തരം തന്നത് ശരി, കർത്താവിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുന്നു. ഒരു വശമാണ്. നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത ആള് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന സിനിമ കാണുന്നത്, അതൊക്കെ കൊള്ളാം, വെരി ഗുഡ്. പക്ഷേ മുൻകാലത്ത് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, അത് ചേർത്ത് വെച്ച് പറയായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഒരാൾ കറക്റ്റ് ആ പ്രസംഗം കേട്ട ആൾ മറുപടി തന്നു, കൃത്യമായ മറുപടി തന്നു. എന്താ? തീക്കുണ്ടത്തിന്റെ മുകളിൽ ഇരുന്നാ കാണുന്നതെന്ന്, അല്ലാതെ കർത്താവിൻ്റെ കൂടെ ഇരുന്നാന്നൊക്കെ പറഞ്ഞ എല്ലാവരും അത് അണ്ടർസ്റ്റുഡാണ്. അതൊന്നും കേട്ടാലൊന്നും വലിയ ഗൗരവമില്ല. നമ്മൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വിവാഹശേഷമുള്ള ഫോട്ടോഷൂട്ടും പിന്നെ നേരം പോക്കൊക്കെ ഉണ്ടല്ലോ. ഒരു 5-6 പ്രസംഗം അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞത്, കല്യാണ സമയത്ത് പെണ്ണും ചെറുക്കനൊക്കെ ദൈവ സാന്നിധ്യത്തിലിരുന്ന് ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പാസ്റ്റർമാരൊക്കെ ആശീർവദിച്ച് ഭയങ്കര പരിപാടിയായിരുന്നു. പെണ്ണാണെങ്കിൽ വെള്ളയൊക്കെ ഇട്ടിങ്ങ് വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു മിനി മാലാഖ പോലെയൊക്കെയാണ് വരുന്നത്. ചെറുക്കനും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടിൻ്റെ സ്വഭാവം മാറി. അയ്യോ, പിന്നെ ഒരു വല്ലാത്ത കോലത്തിലങ്ങ് പോവുകയാണ് രണ്ടും കൂടെ. ഒരുത്തൻ അവരെ നയിച്ചുകൊണ്ട് പോവുകയാണ്, കാട്ടിലേക്ക്, മേട്ടിലേക്ക്, കടലിലേക്ക്, കായലിലേക്ക് എന്ന് വേണ്ട. അവൻ തലകുത്തി നിൽക്കാൻ പറഞ്ഞ ഇവർ തലകുത്തി നിൽക്കും. അവൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. ശരിക്കും നമ്മൾ റോമാലേഖനത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നടത്തുന്നു എന്നൊക്കെ കാണുന്നില്ലേ? അതുപോലെയാണ് ഫോട്ടോഗ്രാഫർ നടത്തുന്നു പെന്തിക്കോസുകാരി പെണ്ണിനെയും ചെറുക്കിനെയും. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാ തലയിടാൻ പോകുന്നത്? അവരെന്തെങ്കിലും ചെയ്യട്ടെ. ആ സമയത്ത് നമ്മളൊരു മുന്നറിയിപ്പ് കൊടുത്തത്, എടാ മോനെ, തീക്കുണ്ടത്തിന്റെ മുകളിൽ നിന്നാ നിന്റെ ഫോട്ടോഷൂട്ടെന്ന്. ഭൂമിയുടെ അധോഭാഗം തിളച്ച് മറിയുകയാണ്, തീക്കുണ്ടമാണെന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഭയാനകമായ ന്യായവിധി മുഴു മാനവലോകത്തെയും കാത്തിരിക്കുക. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഫോട്ടോ പിടിക്കുന്നവനെയും തള്ളിയിടും, അവൻ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ. നീ രക്ഷിക്കപ്പെട്ടതല്ലേ, നീ അവന്റെ കൂട്ടത്തിൽ സർക്കസ് കളിക്കാൻ പോകണമെന്നാണ് ചോദിച്ചത്. എനിവേ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? നമ്മുടെ പ്രിയ സഹോദരിക്ക് സിനിമ കാണണമെങ്കിൽ കണ്ടോട്ടെ, നോ പ്രോബ്ലം. അയ്യോ, സിനിമ കണ്ടതിന്റെ പേരിൽ കർത്താവ് ഇങ്ങനെ കൈകാര്യം ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊന്നും നമ്മൾ പറയുന്നില്ല. വീണ്ടെടുക്കപ്പെട്ടവർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ആഴ്ച വ്യക്തമായ വിശദീകരണം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് റീവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ചില ഇൻസിഡൻസ് മുമ്പിൽ കൊണ്ടുവന്നു. എന്തൊക്കെയാ അത്? കഴുത്തൊടിക്കാൻ വെച്ചതായിരുന്നു. പിന്നീട് എന്താ പറഞ്ഞത്? വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ പറഞ്ഞില്ലേ? അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, നമ്മുടെ കയ്യിൽ മനോഹരമായ പിക്ചറൊന്നുമില്ല, ഉള്ള പിക്ചർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. എന്നതാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ എറണാകുളം പട്ടണത്തിലൂടെ ഒഴുകുന്ന ഗട്ടർ വെള്ളത്തിന്റെ കാര്യമാണ് ഉദാഹരണം പറഞ്ഞത്. അതിനകത്തേക്ക് എങ്ങാനും വീണ പിന്നെ ഈ എത്ര ബക്കറ്റ് ഡെറ്റോൾ ഒഴിച്ചാലും പോരാ, അതുപോലെ ആയി പോവും. അതിനേക്കാളും ഭയാനകമായി 100 ഇരട്ടി, അതിൻ്റെയൊക്കെ അപ്പുറമാണ് സൂപ്പർലേറ്റീവ് പറയണം. പാപത്തിന്റെ പടുകുഴിയിൽ നമ്മൾ അങ്ങനെ മുങ്ങി പൊങ്ങി നടന്ന ആൾക്കാരാ.
അവിടെ നിന്നാണ് നമ്മെ കോരിയെടുത്തത്. ഒരു കണ്ണിനും അലിവ് തോന്നാതെ അങ്ങനെ പോയ ആൾക്കാരാണ്. നിത്യമായ ന്യായവിധിയിലേക്ക് നടന്നുപോയ മനുഷ്യരാണ്. തീപ്പൊയ്കയിലേക്ക് പോകേണ്ടവരായിരുന്നു. കൃപയാൽ നമ്മെ ഉദ്ധരിച്ചു. പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? വയനാട്ടിൽ മണ്ണിനടിയിൽ നിന്ന് ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുന്ന നമ്മൾ കാണിച്ചു തന്നില്ലേ? സഹോദരങ്ങളെ, ബഹുഭൂരിപക്ഷത്തിന് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും പിടികിട്ടുന്നില്ലെന്ന് എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കുക. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവസ്നേഹം ജ്വലിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവഭയം വരുന്നുണ്ടെങ്കിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താ പറഞ്ഞത്? പുതിയ ആൾക്കാരൊന്നും നമുക്ക് വേണ്ടെന്നാ പറഞ്ഞത്. എനിക്കിവിടെ 1,00,000 ആൾക്കാരൊന്നും വേണ്ട. എനിക്ക് നിങ്ങളിൽ ഒരൊറ്റ ആൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. അത് മാത്രമല്ല, നിങ്ങൾ ചുമ്മാ വലിഞ്ഞു കയറി അങ്ങനെ പുതിയ ഭൂമി വന്നാൽ പോരാ. ഇതിനകത്ത് വന്നിരിക്കുന്ന സകലരും പുതിയ യെരൂശലേമിലെത്തണം. അത് വില കൊടുത്തവർക്കുള്ളതാണ്. അത് ഉടയ്ക്കപ്പെട്ടവർക്കും തകർക്കപ്പെട്ടവർക്കും ഉള്ളതാണ്, നുറുക്കപ്പെട്ടവർക്കുള്ളതാണ്. പുതിയ യെരൂശലേമിന്റെ ആ വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. ഇസ്രായേൽ പാളയത്തിൽ അവിടെ എന്തുമാത്രം സ്ത്രീകളും പുരുഷന്മാരുവാ. അവരെല്ലാം രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ മുഖം നോക്കുവോ, കണ്ണാടി നോക്കുവോ, എന്തെങ്കിലുമൊക്കെ നോക്കിയോട്ടെ. പക്ഷെ ഒരു കൂട്ടം സഹോദരിമാര് ആത്മാവിൽ തിരിച്ചറിയായിരുന്നു. അങ്ങനെ അവര് ആ ദർപ്പണങ്ങളെ കൊണ്ടുവന്ന് സമർപ്പിച്ചപ്പോൾ മോശെ അത് ഉടച്ചു അല്ലേ? ബസലേലിനെ ഏൽപ്പിച്ചു. അത് എന്തായിട്ടാ പരുവപ്പെട്ടു വന്നത്? അത് താമ്രത്തൊട്ടിയായിട്ട് പരുവപ്പെട്ടു വന്നു. കൂടാരത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അത് പ്രയോജനപ്പെട്ടു. അതുപോലെ ഈ തലമുറയിലും സമർപ്പിതരായ സഹോദരിമാരിലൂടെ ഈ വക കാര്യങ്ങളൊക്കെ നടക്കും അല്ലേ? ഈ തലമുറയിലും സമർപ്പിതരായ സഹോദരിമാരിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വരുമെന്നാ പറഞ്ഞത്. അതിലൂടെ നമ്മൾ എന്താ പറഞ്ഞത്? മുഖം നോക്കുന്നത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നോ, കുളിക്കുന്നതും അലക്കുന്നതും ഒക്കെ എന്തെങ്കിലും കുഴപ്പമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നേക്ക് ഒരു 14 വർഷം മുമ്പ് ഞാൻ കൊല്ലം ജില്ലയുടെ കിഴക്ക് ഭാഗത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ കുറച്ച് സഹോദരിമാര് എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് അറിയില്ല. അവരിങ്ങനെ കമന്റ് പറഞ്ഞു. അതായത് കർത്താവിന്റെ വരവ് ആസന്നമാണ്, വേഗം വരുന്നു, ഇതാ വരുന്നു, അവൻ വാതിൽക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പറയാ. അപ്പൊ അവര് പിന്നത്തേതി പറഞ്ഞതാണ്, എന്നാൽ ഇനി അലക്കും കുളിയൊന്നും വേണ്ടല്ലോ, കർത്താവ് വരാറായില്ലേ എന്ന്. അത് ആവേശം കൊണ്ട് പറഞ്ഞതാണോ, എന്നെ എങ്ങാനും കളിയാക്കിയതാണോ ഒന്നും എനിക്കറിയില്ല. എന്നെ പിന്നെ കളിയാക്കുന്നതിനൊന്നും കുഴപ്പമില്ല, ആർക്ക് വേണേലും കളിയാക്കാം, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് അതാണ്, നിങ്ങൾ കുളിക്കണ്ടെന്നാണോ പറഞ്ഞത്, നിങ്ങൾ അലക്കണ്ടെന്നാണോ പറഞ്ഞത്? അപ്പം ഇതിനകത്ത് പറഞ്ഞ 1-2 വാക്കുകൾ ഞാൻ എടുക്കുക കേട്ടോ. കണ്ണാടിയിൽ നോക്കാൻ പാടില്ലേ, നമ്മെ തന്നെ സ്വയം പ്രദർശിപ്പിക്കാൻ പാടില്ലേ എന്ന്. നോ, പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ സൈസ് കൂട്ടങ്ങളിലൊക്കെ ജീവിക്കണം. വെളിപ്പാട് പ്രാപിച്ചവരെ സംബന്ധിച്ച് നാം നമ്മെ തന്നെ പ്രദർശിപ്പിക്കുന്നവരല്ല. നിങ്ങൾ ഗലാത്യ ലേഖനം 2:20 വായിച്ചിട്ടില്ലേ? ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. അത് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ഇനി എന്നെ കാണുന്നവർ എന്നെ കാണുന്നില്ല, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെയാണ് കാണുന്നത്. മീൻസ് ഞാനൊരു പ്രമാണമുള്ളവനാണെന്നാണ് കാണുന്നത്. പ്രമാണം കയ്യേറ്റു വാങ്ങിയവനാണ്, അഗ്നിമയമായ പ്രമാണം കയ്യേറ്റു വാങ്ങിയവനാണ് ഞാൻ. വിശുദ്ധ പെട്ടകം ചുമക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ളൊരു വ്യക്തിയല്ലേ. ഞാൻ എന്നെ തന്നെ എങ്ങനെയാണ് പ്രദർശിപ്പിക്കുന്നത്? നമ്മുടെ 2 ആഴ്ച മുമ്പുള്ള മെസ്സേജിനകത്ത് ടാബർനാക്കിലുള്ള വിളക്ക് വെളിപ്പെട്ടില്ലേ? വിളക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നു. അതിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. തിരി നമ്മെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കത്തുന്ന തിരിയിലെ വെളിച്ചം വിളക്കിലേക്ക് വീഴണമെന്നാ പറഞ്ഞത്. തിരി കത്തിക്കഴിയുമ്പോൾ അതിന്റെ വെളിച്ചം എങ്ങോട്ടാ വീഴേണ്ടത്? വിളക്കിലേക്ക്. അപ്പൊ നോക്കുന്ന ഒരാൾ തിരിയല്ല കാണേണ്ടത്, വിളക്ക് കാണണം. അതായത് നമ്മിൽ നിന്ന് വെളിപ്പെടുന്ന പ്രകാശത്തിൽ നമ്മെ കാണരുത്, ക്രിസ്തുവിനെ കാണണം. ഇതൊക്കെ വെളിപ്പാടാ സഹോദരങ്ങളെ. ഇതൊന്നും ന്യൂജൻ പെന്തിക്കോസിലൊന്നും പോയാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഇതൊക്കെ ചുമ്മാ തലതിരിഞ്ഞ ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞ് IPC AG ഷാരോൺ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നടപ്പുണ്ട്. ഇതെല്ലാം ബലിപീഠത്തില് തീക്കകത്ത് കിടക്കുന്ന ദൈവദാസന്മാർക്ക് മാത്രം വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഞങ്ങൾ അവിടെ കേട്ടില്ല ഇവിടെ കേട്ടില്ലെന്നൊന്നും പറഞ്ഞ കാര്യം നടക്കില്ല. ഇത് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളല്ലെന്നേ, സമർപ്പിതരുടെ കാര്യമാണ് പറയുന്നത്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, എല്ലാവരും ആ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ലെന്നേ. ജയിക്കുന്നവൻ മാത്രം സിംഹാസനത്തിലേക്ക്. വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമി വരും, അതിനൊന്നും തർക്കമില്ല. നമ്മളാരും ഒബ്ജക്ഷനൊന്നും പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ 4 സുവിശേഷങ്ങളുണ്ട്. പിന്നീടുള്ള ഈ ലേഖനങ്ങളൊക്കെ എന്തിനാ? അപ്പം പിന്നെ ഈ ലേഖനങ്ങൾ മുഴുവനും എന്തിനാ?
അപ്പോസ്തല പ്രവൃത്തിയിലെ ആ ചരിത്രം കൊണ്ട് അവസാനിപ്പിച്ചാൽ പോരായിരുന്നോ? പോരാ എന്നുള്ളത് കൊണ്ടല്ലേ ഇത്രയും ലേഖനങ്ങൾ തന്നത്. കൃപ പ്രാപിച്ച ദൈവമക്കള് ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാം വഴികൾ എങ്ങോട്ടാണ് കിടക്കുന്നതെന്ന് അറിയാവോ? അത് അവിടെ പൂർണ്ണമല്ല, അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതെല്ലാം പഴയ നിയമത്തിലേക്ക് വരികയാണ്. ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുക, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെന്ന് പറഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ പോകാതെ ഒക്കുവോ? ലേവ്യ പുസ്തകത്തിൽ പോകാതെ ഒക്കുവോ? വേറെ പല പുസ്തകത്തിലും പോകേണ്ടി വരും. അങ്ങനെ അവിടെയെല്ലാം പോയി കാര്യങ്ങളെ നമ്മൾ തെളിവായി മനസ്സിലാക്കണം. അപ്പൊ ഈ പറഞ്ഞ സ്വയപ്രദർശനം നിന്ന് പറയേണ്ട കാര്യമാണ്. അത് വിശുദ്ധന്മാർക്ക് അരുത്, ആ വാക്ക് പോലും അരുത്. വിശുദ്ധന്മാർക്ക് അത് അരുത്. തീക്കകത്ത് നമ്മെ വലിച്ചെടുത്തിരിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 5:14-15 നമ്മുടെ സഹോദരിമാരെ കേട്ടുകൊള്ളണം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ്. അവരുടെ ഉള്ളിൽ 2 കൊരിന്ത്യർ 5:14-15 ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ നമ്മുടെ കർത്താവ് മരിച്ചവനായിരുന്നു. അവൻ മരണത്തിന്റെ ഇടത്തിലേക്ക് നടന്നു പോയവനാണ്. അവൻ തീപ്പൊയ്കയിലേക്ക് പോയവനാണ്. അവൻ മരണം ആസ്വദിച്ചവനാണ്. അവൻ മരണം രുചിച്ചവനാണ്. എന്നെ പ്രതി നിങ്ങളെ പ്രതി നാം മരിക്കേണ്ട സ്ഥാനത്ത് നമ്മെ ആ ജീവങ്കലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കൃപയാൽ നാം അനുഭവിക്കുകയാണ്. നാം ബലഹീനരായിരുന്നു, കുലഹീനരായിരുന്നു. നാം ആരായിരുന്നെന്നൊന്ന് ഓർത്തു നോക്കിയേ. പുകഴാനല്ലത് കൊണ്ടോ? ഗലാത്യ ലേഖനം 6:14 അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചേ, വേഗം വായിച്ചേ. ഗലാത്യ ലേഖനം 6:14 ലോകത്തിലുള്ള സകല സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ആ വാക്യം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗലാത്യ ലേഖനം 6:14 വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഗൗരവമായ വാക്യം, എത്ര ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യത്തിന്റെ ആദ്യ ഫേസ്, രണ്ടാം ഫേസ്. ആദ്യ ഫേസിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ലെന്ന്, ക്രൂശിലല്ലാതെ. ക്രൂശ് എന്ന് പറയുമ്പോൾ എന്താന്ന് പഠിക്കണം. ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ത്യജിക്കപ്പെട്ട ഇടം, കൈവിടപ്പെട്ടു പോയ ഇടം, നിന്ദിക്കപ്പെട്ട ഇടം, പരിഹസിക്കപ്പെട്ട ഇടം, ദുഷിക്കപ്പെട്ട ഇടം, എന്തെന്തെല്ലാം കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഇടമല്ലേ അത് ക്രൂശ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. സ്വയപ്രദർശനമോ? എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്നെ തന്നെ പ്രസന്റ് ചെയ്യാൻ. അതേസമയം ഞാനതിന് ഒരു ചെറിയ തിരുത്ത് തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന്. നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കണം. സഹോദരിമാരെല്ലാം അലക്കണം, കുളിക്കണം. സഹോദരന്മാരെല്ലാം അതുപോലെ തന്നെ വൃത്തിയായിട്ട് തലമുടിയൊക്കെ ചെയ്യണം. ഭ്രാന്തന്മാരെ പോലെ നടക്കരുത്. ഉള്ള തുണി അലക്കി തേച്ച് ഭംഗിയായിട്ട് മനുഷ്യരുടെ മുമ്പാകെ പോവുക, അതൊക്കെ ഓക്കെ. ഇങ്ങനെ നിങ്ങൾ പോകുമ്പോൾ, നിങ്ങളൊരു ചുരിദാർ എടുത്തിടുമ്പോൾ, നിങ്ങളൊരു പാൻറ് ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷർട്ട് ധരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത വരരുത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യണമെന്ന്. മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യണമെന്നൊരു ചിന്ത വന്നാലുണ്ടല്ലോ, ദുരന്തമാണെന്ന് നീ കുറിച്ചു വെച്ചോ. ദുരന്തമാണെന്ന്. നമ്മുടെ സഹോദരിമാരും നമ്മുടെ സഹോദരന്മാരെല്ലാം തങ്ങൾ യോഗ്യമായി വസ്ത്രം ധരിക്കണം. യോഗ്യമായി വസ്ത്രം ധരിക്കണം. അങ്ങനെയാണ് വാക്യം. പൗലോസും പത്രോസും അത് പറയുന്നുണ്ട്, നിങ്ങൾ യോഗ്യമായി വസ്ത്രം ധരിക്കണമെന്ന്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കുറച്ചധികം പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടത്തി പറയേണ്ടതാണ്, അവിടെ കടത്തി പറയേണ്ടതാ. പക്ഷെ ഞാൻ സമയമില്ലായ്മ കൊണ്ട് പിന്നീട് അവസരങ്ങളെ ദൈവം തരും. എൻ്റെ ഉള്ളിൽ ആ ബോധ്യമുണ്ട്. നിശ്ചയമായും പറഞ്ഞിരിക്കും ആ കാര്യങ്ങളൊക്കെ, നിശ്ചയമായും പറഞ്ഞിരിക്കും. കാരണം ഇവിടെ എന്താ വെളിപ്പെട്ട് വന്നത്? ക്രൂശ് വെളിപ്പെട്ട് വന്നു. അതിന് ശേഷമാണ് ഇതൊക്കെ പറഞ്ഞത്. ഓക്കെ, ഞാൻ താഴേക്ക് വായിക്കാം. അപ്പോൾ വിനോദങ്ങളിലൊക്കെ നിങ്ങൾ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങളെ പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തു. പക്ഷെ സ്വയപ്രദർശനം മാത്രം അനുവദിക്കില്ലെന്നാണ് പറഞ്ഞത്. കാരണം വചനം അനുവദിക്കുന്നില്ല. അത്ര തന്നെ. നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ദൈവാത്മാവ് അങ്ങനെ ചെയ്തോളും. നിങ്ങൾ തുനിഞ്ഞിറങ്ങണ്ട. നിങ്ങൾ അതിനുവേണ്ടി ഒന്നും തുനിഞ്ഞിറങ്ങണ്ട. അതൊന്നും വചനത്തിന്റെ രീതിയല്ല. നിങ്ങൾ ക്രൂശിക്കപ്പെട്ട മനുഷ്യരാണ്. ലോകത്തിന് ക്രൂശിക്കപ്പെട്ട മനുഷ്യരാണ്. ഓർത്തുകൊള്ളുക, നിങ്ങൾ ലോകത്തിന് മരിച്ചവരെന്നാണ് കൊലോസ്യ ലേഖനം പറയുന്നത്. അല്ലേ? പാപസംബന്ധമായി മരിച്ചവർ, ലോകസംബന്ധമായി മരിച്ചവർ, സ്വയത്തിന് മരിച്ചവരാകണം. അതൊന്നും ഇപ്പം നടന്നിട്ടില്ല. അതാണ് അടുത്ത പടി പറയാനുള്ളത്. അല്ലേ? റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, ഇന്നലകളിൽ ഈ ശരീരം
അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിച്ചതാണ്. എന്നാൽ ഇന്നോ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയല്ലേ? ഇനി അടുത്ത കാര്യം എന്താ? പിന്നീട് ആ സഹോദരി പറയുന്നത് ഫിലിപ്പി ലേഖനം 1:18 നമുക്കറിയാം. 1:18 എന്നൊന്നും പറഞ്ഞാൽ ഒക്കില്ല. ഫിലിപ്പി ലേഖനം 1:15 മുതൽ 18 വരെ പറയാതെ 18 പറയാൻ പറ്റില്ല. ചുമ്മാ 1:18 അതിൻ്റെ ആഴം എന്താണ്? അതുപോലെ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെ അതിൻ്റെ ആഴം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നോക്കണം. അതുപോലെ മത്തായി 19-27 മുതൽ താഴേക്കുള്ള ഭാഗം, അതായത് പത്രോസ് പറയുന്നില്ല, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആഴം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുമായിട്ടൊന്നും ബന്ധമില്ലെന്നേ. ഫിലിപ്പി ലേഖനം 1:15 മുതൽ 18 വരെ നമ്മുടെ ദീർഘമായൊരു പ്രസംഗ വിഷയമായിരുന്നു. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന വിഷയം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തെല്ലാം എല്ലാ ആഴ്ചയിലും ഫിലിപ്പി ലേഖനം തുറന്നു വെച്ച് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിലെ അത്രയും ഭാഗം റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ അതില്ലേ? ഏത് വിധത്തിലാണെങ്കിലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊന്നും സമ്മതിച്ചു തരില്ല. നിങ്ങളങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രസംഗമൊക്കെ കേട്ടെ എന്തിനാ? അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്, പൗലോസ് എന്താ ഉദ്ദേശിച്ചതെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും തങ്കുവോ ഏതെങ്കിലും മങ്കുവോ ഒക്കെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കേട്ടിരിക്കുവോ? അത് നടക്കണ കാര്യമല്ല. അതെല്ലാം ക്രൂശിൻ്റെ ശത്രുക്കളാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ദേഷ്യപ്പെടില്ലേ, കോപിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിക്കുന്ന പോലെ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞേക്കരുത്. നിങ്ങൾ സ്നേഹത്തിൽ സൗമ്യതയോടെ പറയണം. ഞാനോ നാളുകളായി നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന മനുഷ്യനാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ, കൊല്ലം 3-4 കഴിഞ്ഞു ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ ശാസനകളിലൂടെയൊക്കെ പറയും. നിങ്ങൾ പുതുതായിട്ട് ആളുകളോട് സംസാരിക്കുമ്പോഴൊന്നും അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ ഭാവം, നിങ്ങളുടെ സംസാരവും ഒക്കെ അവരെ നേടാൻ പാകത്തിനായിരിക്കണം. ഞാനിവിടെ ഒരു പുതിയ ആൾ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തൊരു അസ്വസ്ഥതയാണെന്നറിയാവോ? കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന രീതികളുണ്ട്. ആ പുതിയ ആൾ ഞെട്ടിപ്പോവും. കാരണം അവിടെയൊക്കെ ചർച്ചിൽ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പിടുന്ന ആളെന്നുള്ളതാണ്. സോപ്പിടുക, പതപ്പിക്കുക, മകനെ മകളെ എന്നൊക്കെ വിളിക്കുക. നമുക്കിവിടെ അതിനൊന്നും നേരമില്ല. തീക്കുണ്ടത്തിൻ്റെ മുകളിലായിരിക്കുന്നത്. കാഹളം തൊനിക്കാൻ സമയമായി. ദൂതന്മാർ കാഹളം മിനുക്കി തുടങ്ങി. തുണിയൊക്കെ എടുത്ത് അതിൻ്റെ പൊടിയൊക്കെ തൂത്തു തുടങ്ങി. ദൂതന്മാരെ കാഹളമൊക്കെ അതിലെ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് ഊതാൻ തയ്യാറായിരിക്കുക. മനുഷ്യപുത്രൻ വാതുക്കല. ഇറാൻ തലപൊക്കി തുടങ്ങി. എസെക്കിയേൽ 37 കാണുന്നത് റഷ്യയുടെ പുറകിൽ പേർഷ്യയുടെ പുറകിൽ ലിബിയയുടെ പുറകിൽ എത്യോപ്യ. അങ്ങനെ രാജ്യങ്ങൾ അണിനിരക്കാൻ പോവുക. അന്നേരമാണോ നമ്മൾ നേരം പോക്ക് കഥയൊക്കെ പറഞ്ഞു വരുന്നത്? അതൊന്നും നടക്കില്ല. അപ്പം നമ്മുടെ സഹോദരിമാർ ഇതിനൊക്കെ മറുപടി കൊടുക്കട്ടെ. ഞാനായിട്ട് മറുപടി കൊടുക്കുന്നില്ല. ഞാനായിട്ട് മറുപടി കൊടുത്താൽ ദൈവം എന്നോട് കോപിക്കും. നീ പിന്നെ എന്തിനാ ഇവരെയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കില്ലേ? എന്തിനാ ഇവരോടൊക്കെ പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കില്ലേ? കൃത്യമായ മറുപടി കൊടുക്കണം. കൃത്യമായ മറുപടികൾ കൊടുക്കണം. അതൊക്കെ സ്നേഹത്തിലായിരിക്കണം. അടുത്തത്, ഈ ലോകത്തിൽ സ്വത്തുവകകളില്ലാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടോ എന്നാണ് പ്രിയപ്പെട്ടവൾ ചോദിച്ചത്. ഈ ലോകത്തിൽ സ്വത്തുവകകളുണ്ടോ എന്നുള്ളത് അതൊക്കെ വിശദമായി രക്ഷയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. ബലിപീഠം നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വായ അടഞ്ഞു പോവും. ബലിപീഠം വെളിപ്പെടുത്തും. തീരാധാരത്തിൽ ഒപ്പിടാൻ പറയും. അങ്ങനെ നമ്മൾ പറയില്ല. തീരാധാരത്തിൽ ഒപ്പിടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ലേ നമ്മുടെ രീതി. തോക്ക് വെച്ചിട്ട് നമ്മൾ പറയില്ല. തീരാധാരത്തിൽ ഒപ്പിടുന്നുണ്ടോ, അല്ലെങ്കിൽ സെയിൽ ഡീഡിൽ ഒപ്പിടുന്നുണ്ടോ. ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ. ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുക വിശ്വാസ സ്നാനത്തിന്. എങ്ങനെയാ നമ്മുടെ പ്രോഗ്രാമൊക്കെ എങ്ങനെയാ? നമ്മുടെ ടീച്ചിങ്സ് എങ്ങനെയാ പോകുന്ന? വെളിപ്പാടുകൾ. ബലിപീഠം വഴി നമ്മൾ എന്താ കാണുന്നത്? പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ തകർന്നു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തകർക്കപ്പെട്ട് കിടക്കുകയാണ്, ഉടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനത്തെ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളവരല്ലേ? അടുത്തപടി പരിശുദ്ധാത്മാവ്. വിശദീകരിക്കണ്ടേ? ഞാൻ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. 3 ന്യായവിധികൾ എന്ന് പറയുന്നൊരു മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ ന്യായവിധിയുടെ കാഠിന്യം എത്രത്തോളമെന്ന്. നോഹയുടെ കാലത്തെ ന്യായവിധി. ഇസ്രായേല് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ ന്യായം വിധിച്ചു. അത് കഴിഞ്ഞ് 3-ാമത്തെ ന്യായവിധി നമ്മൾ കാണുന്ന കാൽവറിയിലാണ്. പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി, കഠോരമായ ന്യായവിധി.
അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങിയാൽ മതി. നീ തിടുക്കമൊന്നുമില്ല. അങ്ങനെ ഇറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല. പിന്നെ ചോദിച്ചു ഇങ്ങനെയാ, രക്ഷ നമ്മുടെ ബാഹ്യരൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രാക്ടീസുകളിലോ നമ്മുടെ ജഡ്ജ്മെന്റുകളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ അധിഷ്ഠിതമാണോ എന്ന്. ഈ സാൽവേഷൻ ബേസ്ഡ് ഓൺ അവർ ഔട്ട്വേർഡ് അപ്പിയറൻസ്, നമ്മുടെ പുറമെയുള്ള അപ്പിയറൻസുമായി ബന്ധപ്പെട്ടൊക്കെയാണോ രക്ഷ പറയുന്നതെന്ന്. ഇതൊക്കെ ഈ തങ്കുച്ചേട്ടൻ്റെ വായിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, അതൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ. ചുമ്മാ നേഴ്സറി സ്റ്റുഡൻറ്റിൻ്റെ അടുത്തൊക്കെ പോയി ഇതൊക്കെ കേട്ടിട്ട് വരരുത്. എത്രയോ അഭിഷിക്തന്മാരാ മലയാളക്കരയിലുള്ളത്, ദൈവവചനത്തിൻ്റെ കാമ്പും ഉൾക്കാമ്പും ഒക്കെ അറിയാവുന്നവർ. അങ്ങനെയുള്ള ദൈവദാസന്മാർ ഇത് കേക്ക്. അങ്ങനെയുള്ള എത്രയോ ഭക്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിതൊക്കെ കേട്ട് പഠിക്കുക. അതൊക്കെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്ര മനോഹരമായ നിലയിലാണ് രക്ഷ എന്ന വിഷയം നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. രക്ഷ തികച്ച സൗജന്യമല്ലേ, അൺകണ്ടീഷണലാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ മുകേഷ് അംബാനി വരുമ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാ, സുവിശേഷം കേൾക്കണമെങ്കിൽ എല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് വരാൻ, അങ്ങനെ നമ്മൾ പറയുമോ? അപ്പോൾ മർക്കോസ് 10:21 ഒരു ധനവാനോടുള്ള ബന്ധത്തിൽ അത് ഒരു സിംഗിൾ സബ്ജക്റ്റാണ്. അതൊക്കെ വിശദീകരിക്കും നമ്മൾ. അത് വെച്ചിട്ടല്ല രക്ഷാശാസ്ത്രം പഠിപ്പിക്കുന്നത്. ആ ധനവാൻ വന്നു, അവനോട് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് വെച്ചിട്ടല്ല രക്ഷാശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്, അതിനൊക്കെ വിശദീകരണങ്ങളുണ്ട്. രക്ഷ തികച്ച സൗജന്യമാണ്, അൺകണ്ടീഷണലാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരം സമർപ്പിക്കുകയോ സമർപ്പിക്കാതിരിക്കുകയോ നിങ്ങൾ എന്ത് ചെയ്യുമോ അതൊന്നും ഇവിടെ സബ്ജക്റ്റ് അല്ല. അങ്ങനെ ഒരു വാക്ക് മിണ്ടത്തില്ല. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പറയില്ല. റോമാലേഖനം 12:1-2 ശേഷം മിണ്ടത്തില്ല, ഒന്നും പറയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ, മുഖതർപ്പണത്തിൻ്റെ കഥയൊന്നും അവിടെ പ്രസംഗിക്കില്ല സഹോദരങ്ങളെ. അങ്ങനത്തെ കേസസ് അവിടെ ഒന്നും പ്രസംഗിക്കത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി അടുത്ത പടി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണം. നമ്മൾ പറഞ്ഞല്ലോ, ടാബർനാക്കിൾ സ്റ്റഡിയൊക്കെയാണ് നമ്മൾ അതിൽ നടത്താറ്, ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ എന്താ അടുത്ത പടി? വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണം. വിശ്വാസ സ്നാനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ യാഗപീഠം അവൻ്റെ കൺമുമ്പിൽ വെളിപ്പെടണം. യാഗപീഠത്തിൽ ചുമ്മാ യാഗപീഠമല്ല, യാഗപീഠത്തിൽ ഒരുവൻ സമർപ്പിതനായി കിടക്കുകയാണ്. ആ കാഴ്ച കാണണം. അത് കണ്ട് അവൻ്റെ ഹൃദയം മുറുക്കപ്പെടണം, ഉടക്കപ്പെടണം, തകർക്കപ്പെടണം. തകർന്നെന്ന് തുടങ്ങിയ ഹൃദയത്തോടെയാണ് അവൻ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങേണ്ടത്. കഴിഞ്ഞ 10-35 വർഷമായിട്ട് മലയാളക്കരയിലെ പെന്തിക്കോസിന് അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. 8-10 വയസ്സായ പിള്ളേരെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തി വിടും. അതെല്ലാം പെന്തിക്കോസായിട്ട് ഇങ്ങനെ വളർന്നു വരും. അവർ വചനവും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. അതാത് സംഘടനകളുടെ യൂത്ത് മീറ്റിങ്ങുകൾ കുട്ടിക്കാനത്തോ ഏതെങ്കിലും ദുനിയാവിൽ വെച്ച് നടക്കും. അവിടെ അതാത് സംഘടനകളിലെ സഭാരാഷ്ട്രീയത്തിലെ മുടിയൂടാൻ മന്നന്മാർ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ പേരിന് ചിലരെയൊക്കെ വിളിച്ചിട്ട് ഒരു ക്ലാസ്സൊക്കെ എടുപ്പിക്കും. അത്ര തന്നെ. ഈ പിള്ളേർക്കൊന്നും ഒരു അടിസ്ഥാനം കിട്ടുന്നില്ലെന്നേ. ക്രൂശിന്റെ ചോട്ടിൽ പിള്ളേർ വരുന്നില്ല. കുഞ്ഞുങ്ങളെയെല്ലാം ക്രൂശിന്റെ ചോട്ടിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അവർ കാഴ്ച കാണണം, ന്യായവിധിക്കായി കൊടുത്ത വിലയുടെ ആഴം മനസ്സിലാക്കണം, അതിൻ്റെ വില അവർ മനസ്സിലാക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ ഒരിക്കലും പറയുന്നില്ല, നിങ്ങളുടെ ബാഹ്യരൂപവുമായി ബന്ധപ്പെട്ടൊന്നും രക്ഷയെക്കുറിച്ച് പറയുന്നില്ല. രക്ഷിക്കപ്പെട്ടയാൾ അടുത്ത പടിയിലേക്ക് വരുവാനാണ് ആ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഇനി ഒരാൾ അങ്ങനെ സമർപ്പിത ജീവിതത്തിലേക്ക് അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് വരുന്നില്ലെങ്കിലും അവരെ ഒന്നും തൂക്കിക്കൊല്ലാനോ വെടിവെച്ച് കൊല്ലുന്നൊന്നും നമ്മളാരും പ്രസംഗിക്കാറില്ല. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവവചനത്തിൽ ഇങ്ങനെ വെളിപ്പാടുകളുണ്ട് എന്ന കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ. ഇത് വല്ലതും ബലപ്രയോഗമാണോ? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയാക്കി കളയുന്നു ഒന്നും പറയുന്നില്ല. നിങ്ങൾ കേട്ടിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൽ ധ്യാനിക്കുക. ഈ മനുഷ്യൻ പറയുന്നതിൽ ന്യായമുണ്ടോ, കാമ്പുണ്ടോ, കഴമ്പുണ്ടോ, വചനത്തോട് നിരക്കുന്നതാണോ? ആണെങ്കിൽ ആമയും പറയുക, അല്ലെങ്കിൽ വിട്ടേരേന്നേ. നിങ്ങൾ കണ്ണാടിയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നോ? കണ്ണാടി മീൻസ് കണ്ണാടി എന്നൊന്നും അല്ല അവിടെ അർത്ഥമാക്കിയത്. അവിടെ ആ സഹോദരിമാർ കണ്ണാടി കൊണ്ടുവന്നു, അത് ഉടച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് ഉടയപ്പെടേണ്ട മേഖലകളുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ, സ്വയേച്ഛകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ കണ്ണാടി ഓടിക്കുന്ന കാര്യവും കണ്ണാടിയിൽ മുഖം നോക്കുന്ന കാര്യവും തലമുടി ചെയ്യുന്ന കാര്യമൊക്കെ എൻ്റെ ദൈവമേ, നിങ്ങൾ എന്താ ഈ എഴുതാപ്പുറങ്ങളൊക്കെ വായിക്കുന്നത്? എനിക്കറിയില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും.
അതായത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല പെട്ടെന്ന്. നമുക്കറിയാം വിത്തിനോടുള്ള ബന്ധത്തിൽ വിത്ത് അതങ്ങനെ ചുമ്മാ ഷെൽഫിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഗോതമ്പ് മണി നല്ല സ്വർണ്ണവർണ്ണ നിറമാണ്, അത് ചുമ്മാ ഷെൽഫിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടോ ഒരു പ്രയോജനമില്ല. അതേസമയം അത് മണ്ണിലേക്ക് വീഴുമ്പോഴാണ് അതിൻ്റെ ഔട്ടർ ഷെല്ലുകൾ ഉടയും, പൊട്ടും അല്ലേ, അതിൻ്റെ പുറന്തോട് പൊട്ടി അതിൽ നിന്ന് വേരിറങ്ങും. പിന്നീട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നാമ്പ് കിളിർത്തു വരും. അതായത് ഫലം പുറപ്പെടുവിക്കുമാറ് നാമ്പ് കിളിർത്തു വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ഗോതമ്പ് മണിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഔട്ടർ ഷെല്ലുകൾ പൊട്ടണം, അങ്ങനെയല്ലേ അതിൻ്റെ വേരിറങ്ങിയുള്ളൂ. അല്ലാതെ വേരിറങ്ങുമോ? അനുകൂലമായ പരിതസ്ഥിതിയിൽ ആ ഗോതമ്പ് മണി ആയിരിക്കുമ്പോൾ വേരിറങ്ങും, അതിന് ദൈവം സാഹചര്യം ഒരുക്കും. ഈ വായിച്ച വാക്യത്തിന്റെ തൊട്ടുമുള്ള വാക്യത്തിൽ എന്താ കാണുന്നതെന്ന് അറിയാവോ? യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 23-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്ന കാര്യം പറഞ്ഞിട്ട് തൊട്ടു പുറകെ പറയുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണമെന്ന്. യേശുക്രിസ്തുവിനെയാണ് അത് കാണിക്കുന്നത്, ഗോതമ്പ് മണി. അടുത്തപടി നമ്മുടെ നേരെയാ വിരൽ ചൂണ്ടുന്നത്. നാമും ഉടയപ്പെടണം അല്ലേ, നാമും ഉടയ്ക്കപ്പെടണം. തേജസ്കരണം ആ മുമ്പിലിരിക്കുന്നത്. നീതീകരണവും വിശദീകരണവും മാത്രമല്ല, അതിൻ്റെ അന്തം എന്ന് പറയുന്നത് എന്താ? തേജസ്കരണം. ആ മുൻപോട്ടുള്ള യാത്രയിലാണ് ഈ ഉടയ്ക്കപ്പെടലിൻ്റെ അനുഭവങ്ങളുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതായത് 4 സുവിശേഷങ്ങളിലും കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നൊരു സഹോദരി ആ സ്വച്ഛജട മാംസ്യ തൈലം തൻ്റെ പാദത്തിൽ പൂശുന്നതും തലയിൽ ഒഴിക്കുന്നതും അങ്ങനെ ഓരോ സുവിശേഷങ്ങളിലും വ്യത്യസ്തമായ നിലയിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് മർക്കോസ് 14:3 മുതൽ താഴേക്ക് 1-2 വാക്യം ഒന്ന് വായിച്ചേ. അവൻ ബഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസ്യ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ, തൈലത്തിന്റെ ഈ വെറും ചിലവെന്തിന്? ഇതിൽ 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവ് പറയാണ് ഈ സഹോദരി ചെയ്തത് എങ്കിൽ നല്ല പ്രവൃത്തിയാണല്ലോ എന്ന്. നിങ്ങൾ ചില വാദഗതികളുമായിട്ട് വന്നല്ലോ, ഇതൊക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, ദരിദ്രർ എവിടെയുണ്ടല്ലോ, മറ്റവരെവിടെ ഉണ്ടല്ലോ എന്നൊക്കെ. അവരൊക്കെ ഇനി നാളെ എവിടെയുണ്ട്, നിങ്ങൾക്ക് അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാമല്ലോ. അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അവൾ വെൺകൽ ഭരണി ഉടച്ചെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ച് മുമ്പ് ആ കാര്യത്തെക്കുറിച്ച് ഒന്ന് പരതി നോക്കി. 4 സുവിശേഷങ്ങളിൽ മർക്കോസ് മാത്രം ആ കാര്യം പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തൈലം പൂശി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് പല വേർഷനുകളിൽ നോക്കിയപ്പോൾ ചിലതിലൊക്കെ അത് തൈലം ആ പാത്രത്തിൽ നിന്ന് തുറന്നെടുത്ത് പൂശി എന്നൊക്കെ കാണുന്നുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഈ വായിക്കുന്ന ഇതിനകത്തും ഇംഗ്ലീഷിലും അതിൻ്റെ ഗ്രീക്കിലൊക്കെ പോയി നോക്കുമ്പോൾ അത് ഉടച്ചെന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഉടച്ചു, വെങ്കൽ ഭരണി ഉടച്ചപ്പോൾ അതിനകത്തുള്ള വിലയേറിയ സ്വച്ഛജട മാംസ്യ തൈലം, അതായത് പരിമളം പരത്തുന്ന ആ തൈലം ആ മുറി മുഴുവനും പരന്നു. അത് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. അത് ഉടച്ചു, ആ തൈലം പൂശുന്ന സമയത്ത് ആ മുറി മുഴുവനും പരന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 7-ാം അധ്യായത്തിലുണ്ട്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് കാണുന്നുണ്ട്. ഈ വിഷയം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കുന്നത്? വെൺകൽ ഭരണി ഉടഞ്ഞപ്പോൾ അതിനകത്തിരുന്ന ആ തൈലം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന കാര്യമാണ് തൈലം എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തും അല്ല കേട്ടോ. അടുത്ത ദിവസം നമ്മൾ വേറൊരു ഭാഗത്ത് തൈലത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ബഹുഭൂരിപക്ഷം പേരും പരിശുദ്ധാത്മാവാണെന്ന് ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വരും. അത് കൊട്ടാരക്കരയിലെ പ്രസിദ്ധനൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ കൃത്യമായൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അത് പിന്നാലെ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ഉടയണം. അവൻ്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ഇച്ഛകളെല്ലാം ഉടയുമ്പോഴാണ് അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ നദി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അത് ഒഴുകണം പുറത്തേക്ക്. അത് ഒഴുകിക്കഴിഞ്ഞാലാണ് ചലിക്കുന്ന പ്രാണികളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ? എസെക്കിയേലിൽ നമ്മൾ അങ്ങനെ കാണുന്നില്ലേ? നദി ഒഴുകി ചെല്ലുന്ന സ്ഥലത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുമെന്ന്. അതാണ് ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ദൈവദാസന്മാരെയൊക്കെ ഉടയ്ക്കും സ്വർഗത്തിലെ ദൈവം. ഉടയ്ക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുന്നത്. അപ്പോഴാണ് അവർ ചെന്ന് എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കുന്നത്.
അല്ലാതെ ആൾക്കാർ എവിടെന്നെങ്കിലും ഒരു BTH MTH ഒക്കെ എടുത്തൊന്നും പറഞ്ഞ് ആ തലയിലൊരു കറുത്ത തൊപ്പിയും വെച്ച് അതിൻ്റെ ഇവിടെ ഒരു വള്ളിയും കെട്ടിത്തൂക്കിയിട്ടിട്ട്, ഒരു വള്ളി കെട്ടിത്തൂക്കിയിടും, ഇങ്ങനെ വള്ളിയും കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇങ്ങനെ പോവാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, അതിൻ്റെ ഗ്രീക്ക്, ഹീബ്രു എന്നൊക്കെ പറഞ്ഞ് എന്നാ നടക്കാനാ? ഈ ഉപദേശിനെയൊക്കെ ഉടയ്ക്കണം. ഈ MTHനെയും ഈ ഡോക്ടറേറ്റിനെയും ഒക്കെ ഇതിനെ ഉടയ്ക്കണം. ഉടച്ചു കഴിഞ്ഞാലേ ഇത് ഒഴുകുള്ളൂ പുറത്തേക്ക്, എങ്കിലേ ചലിക്കുന്ന പ്രാണികളുണ്ടാകുകയുള്ളൂ. മലയാളക്കരയിലെ ഭക്തന്മാരൊക്കെ ഒരു കാലത്ത് ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു വന്നു. അവരെല്ലാം സ്വർഗത്തിലെ ദൈവം ഉടച്ചു. അവർ സമർപ്പിതരായിരുന്നുകൊണ്ടാ. ചുമ്മാ പിടിച്ച് ബലമായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അന്നൊക്കെ സമർപ്പിതരായിരുന്നു. അവർക്ക് വല്ല വിധത്തിലും ദൈവനാമം മഹത്വപ്പെടണമെന്നും ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നടക്കണമെന്നും ഒക്കെയായിരുന്നു ചിന്ത. വിശുദ്ധന്മാർ യോഗ്യരാകണം, അവർ ഒരുക്കപ്പെടണം. അതുകൊണ്ട് ശുശ്രൂഷ ശോഭിച്ചു ആ കാലത്ത്. ഇന്നെന്താ ശോഭിക്കാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമർപ്പണത്തിൻ്റെതായ വലിയൊരു വിഷയം ഉദിക്കുന്നുണ്ട്. പലരും അറിവിലൊക്കെ മുൻപിലാണ്, എല്ലാവരും മുമ്പിലാണ്, അറിയാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ വെളിപ്പാടുകൾ ലഭിക്കുന്നില്ല. ദൈവസഭയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള, ക്രിസ്തുവിനെ കുറിച്ചൊക്കെയുള്ള വെളിപ്പാടുകളിലേക്ക് പലരും വരുന്നില്ല. ആ സഹോദരി ആ വെൺകൽ ഭരണി ഉടച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൗരഭ്യം പരന്നു. നമ്മയും ഉടച്ചു കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് പുറത്തേക്ക് വരും, സൗരഭ്യം പരക്കും. ഇന്ന് കാര്യമായ സൗരഭ്യം വല്ലതും പരക്കുന്നുണ്ടോ? പരക്കുന്നില്ല. കാരണം ഉടയപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു തരത്തിൽ ഉടയപ്പെടലിൻ്റെ ഒരു സാഹചര്യം വന്നാൽ, ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവരെ ഫോൺ ചെയ്യും, ഇവരെ ഫോൺ ചെയ്യും, മറ്റവരെ ഫോൺ ചെയ്യും. അപ്പോൾ അവർ ഒരു പ്രിസ്ക്രൈബ് ചെയ്യും, ഒരു 21 ദിവസം ഇരുന്നേക്കാം, മറ്റേയാൾ പറയും ഒരു 7 ഇരുന്നേക്കാം, ഞങ്ങൾ കൈകാര്യം ചെയ്തേക്കാം എന്നൊക്കെ പറയും. അങ്ങനെ നാട്ടിലെല്ലാം വിളിച്ചു പറയും. തമ്പുരാൻ നമ്മെ ഉടയ്ക്കാൻ തുടങ്ങുമ്പോൾ മൗനമായിരിക്കുക. ഒരുത്തിനോടും പറയേണ്ട കാര്യമില്ല. നാട്ടിൽ ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല. സംഖ്യാപുസ്തകം 4-ാം അധ്യായം വെച്ചിട്ട് അത് പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, അല്ലേ? അതൊക്കെ പ്രൂവ് ചെയ്യാം. സമാഗമന കൂടാരത്തിന് മുമ്പിലിരിക്കുന്ന യാഗപീഠം, അവിടെ ചില തകശുതോലും അവിടെ ചില ധൂമ്ര വസ്ത്രമൊക്കെ ഇട്ട് അതൊക്കെ മൂടിയിടുന്ന കാര്യമൊക്കെയുണ്ട്. നമ്മുടെ വിഷയങ്ങളും ഘട്ടങ്ങളെല്ലാം പബ്ലിക്കിനെ അറിയിക്കേണ്ട കാര്യമില്ല, മൂടിയിടാനാ പറഞ്ഞിരിക്കുന്നത്. മൂടിയിടുക. എല്ലാം കാണുന്ന ഒരുവനുണ്ട്. വലിയവനായ ദൈവത്തിന് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ സഹോദരങ്ങളെ? തൻ്റെ രക്തത്തിൻ്റെ മറുവിലയല്ലേ നമ്മൾ? തൻ്റെ സമ്പാദ്യമല്ലേ നമ്മൾ? നമ്മെ എന്തിനാ രക്ഷിച്ചെടുത്തിരിക്കുന്നത്? ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പണിയാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പിൻ്റെ കൈസരിൽ നിന്ന് എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ജനത്തെ പണിയുമെന്നല്ലേ പറഞ്ഞത്? എന്നുവെച്ചാൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ലേ പറഞ്ഞത്? സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അല്ലേ? നമ്മെ പണിയുമെന്നല്ലേ പറഞ്ഞത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വന്നിട്ട് എത്ര കാലമായി നിങ്ങൾ ചിന്തിക്ക്? പണികൾ നടക്കണോ വേണ്ടയോ? പണികൾ നടക്കണം. അങ്ങനെ ഗൗരവമായൊരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നേരം പോക്കുകൾ പറയാനൊന്നും അവരെ കൊണ്ട് കഴിയില്ല. അവർ വളരെ സീരിയസ് ആയിരിക്കും. കാലം ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. കാലം ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ അനാവശ്യമായ ക്വസ്റ്റ്യൻസ് ഒന്നും റേസ് ചെയ്യേണ്ട കാര്യമില്ല. സഹോദരിമാർ മുഖദർപ്പണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള സകല സഹോദരിമാരും കൊണ്ടുവന്നു എന്നല്ല അർത്ഥം. അത് ഒരു പഠന വിഷയമാണ് നമുക്ക്. ഇവിടെ ഒരു സഹോദരി വെൺകൽ ഭരണി ഉടച്ചെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ സഹോദരിമാരും ഉടച്ചെന്നാണോ അർത്ഥം? അതാണോ അതിൻ്റെ അർത്ഥം? അത് വെച്ചിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? അവൾ എങ്കിൽ നല്ല കാര്യമാണ് ചെയ്തത്, അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവരുടച്ചില്ലെങ്കിൽ ഉടയ്ക്കേണ്ട. ഇവൾ ചെയ്തത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ ഒരു സമർപ്പണത്തിലേക്ക് വന്നാൽ മതി. ആരെങ്കിലും നിർബന്ധിച്ചോ? ഒരു നിർബന്ധവുമില്ല. അങ്ങനെ സന്തോഷത്തോടെ സ്വമനസാലെ ആ ഒരു സമർപ്പണത്തിലേക്ക് വരുന്ന സഹോദരന്മാര് ഇവിടെ സഹോദരിമാരുടെ കാര്യം പറഞ്ഞെന്നോർത്ത് സഹോദരന്മാര് ഇതിന്റെ ഭാഗമല്ലെന്ന് ചിന്തിക്കല്ലേ. പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വന്നത്. എഴുതിയിരിക്കുന്ന അങ്ങനെയല്ലേ. ഒരു സമൂഹത്തിന്റെ വിഷയമല്ലത്. സ്ത്രീവർഗത്തിന്റെ കാര്യം മാത്രമല്ലത്. ദൈവസഭയോടുള്ള ബന്ധത്തിലല്ലേ ടീച്ചിങ് കൊണ്ടുവരുന്നത്. ഇവിടെ സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ കണ്ണാടിയൊന്നുമല്ല വിഷയം. നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ ഉടയണം. ജഡത്തിന്റെ താല്പര്യങ്ങൾ മരിപ്പിക്കപ്പെടണം. അതെല്ലാം ക്രൂശിക്കപ്പെടണം. അതിന് പല ആംഗിളിൽ നിന്നാണ് പറയുന്നത്, പല ഭാഷകളാണ് പറയുന്നത്. ഉടയ്ക്കപ്പെടേണ്ടതുണ്ട്, പല കാര്യങ്ങളും തകർക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം ഒരു യാഗമായി സമർപ്പിക്കപ്പെടുമ്പോൾ ഹോമയാഗത്തിലാണെങ്കിൽ തോലുരിക്കേണ്ടതുണ്ട്, ഭോജനയാഗത്തിലാണെങ്കിൽ അത് നുറുക്കപ്പെട്ട് പൊടിയപ്പെട്ട് അവസാനം ഫൈൻ ഫ്ലവറായിട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളില്ലേ. അല്ലാതെ അങ്ങനെ തന്നെ കൊണ്ട് വെക്കുകയാണോ? നിങ്ങൾ യാഗത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയാണോ പഠിച്ചു വെച്ചിരിക്കുന്നത്?
യാഗമൃഗത്തെ കൊണ്ടുവരുമ്പോൾ ഒരു കാളയെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ജീവനോടെ യാഗപീഠത്തിലേക്ക് കയറ്റി വെക്കുവാണോ? തിരക്കേടില്ലാത്ത യാഗങ്ങൾ അതൊക്കെ. ഞാൻ ഏതായാലും ആ പരിപാടിക്കില്ല, ദയവായി എന്നെ വിട്ടേരെ, എനിക്ക് അടി പഠിക്കാൻ പറ്റില്ല. യാഗത്തിനൊക്കെ അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്, അതിൻ്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ് സഹോദരങ്ങളെ. പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയപ്പെടേണ്ട കാര്യങ്ങളാണ്. പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയപ്പെടേണ്ട കാര്യങ്ങളാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രിയപ്പെട്ട സഹോദരി ചോദിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ സമാഗമന കൂടാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം എന്നൊക്കെ പറയുന്നതിന് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതിന് മറുപടിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നാൽ അവസാനമായി ഞാൻ പറയുകയാണ്, 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യം നമ്മൾ വായിക്കുന്നത്, നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഈ മന്ദിരത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട്, അതായത് 16-17 വാക്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ കാണാതെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. നാം ആണ് പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നുള്ള വാക്യം, 2 വാക്യങ്ങൾ കഴിഞ്ഞിട്ട് 18-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 18-ാം വാക്യം അതിൻ്റെ ആദ്യത്തെ വരി മാത്രം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 18-ാം വാക്യത്തിന്റെ ആദ്യത്തെ വരി മാത്രം, ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന്. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായിട്ട് തോന്നരുതെന്ന്. നിനക്ക് തന്നെ നീ ജ്ഞാനിയായിട്ട് തോന്നരുത്, ദൈവത്തെ ഭയപ്പെട്ടുകൊള്ളുക, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ആ ലൈൻ എഴുതുന്നതിന്റെ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? 16-17 നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ നിത്യനിവാസമാണ് എന്നല്ലേ 2 വാക്യത്തിൽ പറഞ്ഞത്. എന്നിട്ടല്ലേ തൊട്ട് ചേർന്ന് പറയുന്നത് ആരും വഞ്ചിക്കപ്പെടരുതെന്ന്. ഇതുപോലെ തന്നെയാണ് 1 യോഹന്നാനിൽ പറയുന്നത്, നിത്യജീവനെ കുറിച്ച് പറയുകയാണ്. നിത്യജീവനെ കുറിച്ച് ആ വാക്യം പറഞ്ഞു കഴിഞ്ഞിട്ട് തൊട്ട് ചേർന്നുള്ള വാക്യം പറയാണ്, ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന്. ഏതാണ്ട് 26-27 വാക്യമുള്ള ആ ഒരു ചാപ്റ്ററിൽ ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന് തുടക്കത്തിലോ ഒടുക്കത്തിലോ പറഞ്ഞാൽ പോരെ? നിത്യജീവനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിട്ട് ചേർന്ന് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന്. ഇവിടെ കൊരിന്തിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരമെന്ന്. അതേസമയം അവിടെയുള്ള യഹൂദന്മാർക്ക് അറിയാം യെരുശലേമിൽ ഒരു ദൈവാലയം ഉണ്ടെന്നും അതാണ് ദൈവത്തിന്റെ ആലയമെന്നും ഒക്കെ. അവരുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അതൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, അതെല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ പുതിയ നിയമകാലത്ത് അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ഒരു കെട്ടിടത്തിലും വാസം ചെയ്യില്ല. ഇപ്പോൾ ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ മന്ദിരം. ഇതാണ് സീരിയസ് സബ്ജക്റ്റ്. റോമാലേഖനം 12-ന്റെ 1-2 ഓർത്തുകൊള്ളുക. നമ്മുടെ ശരീരം സമർപ്പിക്കണമെന്നാ പറഞ്ഞത്. കാരണം എന്താ? നമ്മൾ റോമാലേഖനം 12-ന്റെ 1-2 വാക്യം എവിടെ നിന്നാ വിശദീകരിക്കാറ്, വ്യാഖ്യാനിക്കാറ്? ബലിപീഠത്തിനും താമ്രത്തൊട്ടിക്കും ഇടയ്ക്ക് നിന്നാണത് വിശദീകരിക്കാറ്, അല്ലേ? നമ്മൾ റോമാലേഖനം 12-ന്റെ 1-2 വിശദീകരിക്കാറ് യാഗപീഠത്തിന്റെയും താമ്രത്തൊട്ടിയുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ്, ആ സ്പേസിൽ നിന്നുകൊണ്ടാണ് വിശദീകരിക്കാറ്. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? ഈ യാഗപീഠം വഴി നമ്മുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണത്? വീണ്ടെടുപ്പിന്റെ ഫസ്റ്റ് ഫേസ് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് സജീവമായി നമുക്ക് ആത്മാവായ ദൈവമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നു ഇപ്പോൾ. എന്നാൽ നമ്മുടെ ദേഹത്തിന്റെയും ദേഹിയുടെയും ബോഡി ആൻഡ് സോൾ അതിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, അത് പെൻഡിങ്ങിലാണ്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ഫസ്റ്റ് ഫേസാ പറഞ്ഞത്. ഇനി ഈ 2 കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്ന കാഹളം ധ്വനിക്കുമ്പോഴാണ്. ദേഹിയിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉടയപ്പെടുക, തകർക്കപ്പെടുക, നുറുക്കപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെയാണ് വരുന്നത്. പണിയപ്പെടുന്ന ദേഹിയിലാണ്, സോളിലാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചിരിക്കുന്നു. അത് നമ്മുടെ എന്തെങ്കിലും അധ്വാനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല, കൃപയാലത്രേ. ഈ രക്ഷയിലേക്ക് നമ്മൾ എങ്ങനെയാ വന്നത്? കൃപയാലാണ്, പ്രവൃത്തിയാലല്ല. അവിടുത്തെ കരുണയാൽ അവിടുന്ന് നമ്മെ രക്ഷിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ശരീരം സമർപ്പിക്കാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് ദേഹിയുടെ സമർപ്പണത്തെ കുറിച്ച് പറയുന്നത്? ഈ ആത്മാവിന്റെ വീണ്ടെടുപ്പ് എൻ്റെ കഴിവുകൊണ്ടോ മിടുക്കൊണ്ടോ സാധിപ്പിച്ചതല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പും അതിന്റെ പൂർണ്ണതയും ദേഹിയുടെ വീണ്ടെടുപ്പും ആ പൂർത്തീകരണവും എൻ്റെ ഒരു എഫേർട്ടിലും നടക്കുന്ന കാര്യമല്ല. എന്നെ കൊണ്ട് എന്നെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ എന്തു ചെയ്യണം? സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ബുദ്ധി തരിക. വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരാൻ പോവുകയാണ്.
അപ്പൊ കേൾക്കുന്ന ശബ്ദം എന്താ? ഞാൻ നിന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനെന്ന് എബ്രായ ലേഖനം 7:25 എഴുതി വെച്ചിരിക്കുക. നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചെങ്കിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അല്ലേ? ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു, വീണ്ടെടുപ്പിന്റെ ഫസ്റ്റ് ഫേസ്. അടുത്ത പടിയിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇത് എൻ്റെ വകയല്ല, സ്വയം പ്രദർശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ ശരീരത്തിന്റെ മേൽ ഓണർഷിപ്പ് ഇല്ല നമുക്കിനി. നമ്മൾ കസ്റ്റോഡിയന്മാർ മാത്രമാണ്, സൂക്ഷിപ്പുകാർ മാത്രമാണ്. ഇതിന്റെ ഉടമസ്ഥൻ മറ്റൊരാളാണ്. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വാങ്ങിയവനെ മഹത്വപ്പെടുത്തുക. ഇതിലെ കീ പോയിന്റ് എന്താ ഇപ്പൊ പറഞ്ഞത്? നാളെ മറന്നുപോയി എന്ന് പറയരുത്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ദേഹി പെൻഡിങ്ങിലാണ്. ആ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി നാം ബലിപീഠത്തിൽ വിശ്രമിക്കുകയാണ്. നമ്മുടെ വിശ്രമ സ്ഥലം എവിടെയാ? ക്രൂശിലാണ്. നമ്മുടെ ശബത്താചരണം ആരംഭിക്കുകയാണ് അവിടെ. സ്നാനത്തോടുകൂടി നമ്മുടെ ശബത്താചരണം ആരംഭിക്കുകയാണ്. ശബത്ത് എന്താ പറയുന്നത്? വിശ്രമമാണ്. നാം വിശ്രമിക്കുകയാണ്. എവിടെയാ തലചായ്ക്കുന്നത്? ക്രൂശിലാണ് നാം തലചായ്ക്കുന്നത്. കാഹളം ധ്വനിക്കുന്നത് വരെ ക്രൂശിൽ തലചായ്ക്കുകയാണ്. നമ്മുടെ വിശ്രമത്തിന്റെ ഇടമാണത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ? മരക്കുരിശല്ല, ബലിപീഠമാണ്, യാഗപീഠമാണ്. യാഗപീഠം എന്ന് പറഞ്ഞാൽ യാഗപീഠമാണോ? അല്ല. പിന്നെ എന്തുവാ? അതൊരു സമർപ്പണാവസ്ഥയാണ്, ഒരു സമർപ്പണാനുഭവമാണ്. ആ സമർപ്പണത്തിലേക്ക് നാം വരികയാണ്. നാം എന്താണ് നിശബ്ദമായി പറയുന്നത്? എൻ്റെ ദേഹത്തിൻ്റെയും ദേഹിയുടെയും വീണ്ടെടുപ്പ് കർത്താവേ നീ തന്നെ പൂർത്തീകരിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനത്രേ. അവൻ എന്നെ രക്ഷിക്കും. കാഹളം ധ്വനിക്കാൻ സമയമായി. ശേഷം മനുഷ്യരെ പോലെ നടക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു നാസീർ വ്രതക്കാരനാണെന്ന് പറഞ്ഞതുപോലെ ഞാനൊരു സമർപ്പിതനാണ്. യെസ്, നമ്മളൊരു നാസീർ വ്രതക്കാര് തന്നെയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം നാസീർ വ്രതക്കാരാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ രീതികളൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ച് നാം വിശേഷതയുള്ള മനുഷ്യരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം. മറ്റുള്ള ആരുടെയും കൂട്ടത്തിൽ കൗണ്ട് ചെയ്യപ്പെടുന്നില്ലെന്നേ. അവർ തലകുത്തി നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. അവരുടെ സ്ത്രീകൾ അങ്ങനെ നടക്കും, ഇവരുടെ പുരുഷന്മാർ അങ്ങനെ നടക്കും, അവരുടെ പിള്ളേർ അങ്ങനെ നടക്കും, ഇവരുടെ പിള്ളേർ അങ്ങനെ നടക്കും. അങ്ങനെയൊന്നും ഉള്ളവരല്ല നമ്മൾ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയെങ്കിലാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ കേൾക്കേണ്ടി വരുന്നത്. വില കൊടുത്ത് വാങ്ങിയവൻ തൻ്റെ ദാസന്മാരിലൂടെ സംസാരിക്കും. നമുക്ക് പഞ്ഞി വെച്ച് ചെവി അടയ്ക്കാൻ പറ്റുമോ? എത്ര നാൾ അടച്ചു വെക്കാൻ പറ്റും? ദാവീദ് പറഞ്ഞ പോലെ നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോയിരിക്കുമെന്ന്. ഏത് പാതാളത്തിൽ പോയിരിക്കാനാ? എന്നാ പഞ്ഞി വെച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പഞ്ഞിയൊക്കെ തുറക്കുന്ന ദിവസം വരും. അന്ന് ഞെട്ടിപ്പോവും, വല്ലാത്ത ഞെട്ടലായിരിക്കും. അപ്പോൾ ഈ വചനങ്ങളൊക്കെ കേട്ടത് ഏറ്റെടുത്ത് വചനപ്രകാരം ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതേസമയം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിജ്ഞാനത്തോടെ ജീവിക്കണം. ഞാൻ പറഞ്ഞു, അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് അല്ല മുമ്പിൽ വയ്ക്കുന്നത്. ഒരു സമർപ്പിത ജീവിതമാണ്. നമ്മൾ തൂക്കി ചൂണ്ടി പേടിപ്പിക്കുകയല്ല, നിങ്ങളെ ഇതിലൂടെയെല്ലാം ആഹ്വാനം ചെയ്യുന്ന ഒരു സമർപ്പണാനുഭവത്തിലേക്കാണ്. എന്തിനും ഏതിനും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുന്ന ആ ഒരു ഉയർന്ന ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളെ നടത്തുന്നയാളല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തണം. അതിലെ ഏറ്റവും മെച്ചമായ നിലയിൽ നിങ്ങളെ എങ്ങനെ നടത്താൻ കഴിയുമോ അത് പരിശുദ്ധാത്മാവിന് കഴിയും. ആ ഒരു തലത്തിലേക്ക് നാം മുന്നോട്ട് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഒത്തുകൂടലുകൾ. സമയം ഒത്തിരി മുന്നോട്ട് പോയി. നിങ്ങൾ ക്ഷമാപൂർവം കേട്ടിരുന്നു. നിങ്ങളുടെ ആ ഒരു സമർപ്പണത്തെയും ആഗ്രഹത്തെയും ഒക്കെ ഞാൻ ഓർത്ത് സന്തോഷിക്കുകയാണ് ദൈവസന്നിധിയിൽ. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കൊള്ള കണ്ടു കിട്ടിയവരാണ് നമ്മൾ. തൻ്റെ വചനത്തിൻ്റെ ഏടുകൾ നമുക്ക് തുറന്നു കിട്ടുകയാണ്. തൻ്റെ സാന്നിധ്യം, തൻ്റെ ശബ്ദം, തൻ്റെ സ്പർശനം, അതുപോലെ അനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ നഗരത്തിന്റെ അവകാശികളും ഓഹരിക്കാരുമാണ് നാം. അതുകൊണ്ട് നാം കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. നമ്മളെ ആളുകൾ പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. അതൊക്കെ പരിഹസിക്കുന്നവർക്ക് എന്തും പരിഹസിക്കാം, നോ പ്രോബ്ലം. നാം കൊള്ള കണ്ടു കിട്ടിയ മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.